ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പിന്നെയും നമ്മുടെ ഗാർഡനിലേക്ക് വന്നിട്ടുണ്ട്. ഇന്ന് കുറച്ച് ചെടികളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം കുറച്ച് നേരം നിങ്ങളായിട്ടൊന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ഈ ഗാർഡനിൽ ചിലവഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മൾ കഴിഞ്ഞ ഒരു നവംബർ മാസത്തിൽ നമ്മൾ കുറച്ച് ഉള്ളി നട്ടു. അത് ഉള്ളി നട്ടത് എല്ലാം പിടിച്ച് വന്നില്ല. ഇത് കണ്ടോ, ഇത് ശരിക്കും പറഞ്ഞാൽ ഉള്ളിയുടെ ഒരു പൂവാണിത്. ഇത് നോക്കിയേ, എന്തൊരു ഭംഗിയാന്ന് നോക്കിയേ പൂ കാണാനായിട്ട്. ഇതിപ്പോൾ ഈ പൂവിനി എന്താ ചെയ്യണമെന്ന് അറിയില്ല. ഇന്നാളെ ഞാൻ ഫേസ്ബുക്കിൽ കണ്ടിരുന്നു ഈ പൂവ് എടുത്ത് തോരൻ വെക്കുമെന്ന് കണ്ടു. പക്ഷേ ഞാനിതായിട്ടും വെച്ചിട്ടില്ല. എന്നാൽ ഇപ്പോൾ ഇത് പറിക്കുന്ന ഒരു സമയമായിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരു 3-4 ചോടുണ്ട്. നമുക്ക് നോക്കാം എന്താണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വരണേന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുമിച്ച് പറിച്ചാലോ? നോക്കട്ടെ. ഒന്നുമില്ലല്ലോ, ഇതിനകത്തൊന്നുമില്ല. അതെന്താണെന്നറിയില്ല കേട്ടോ. അപ്പം നിങ്ങൾ നിരാശരായിപ്പോയി അല്ലേ? ഞാനും നിരാശയായിപ്പോയി. ഇവിടെ കുറച്ച് ഇത് നട്ടിട്ടുണ്ടേ, നമ്മുടെ എന്താ എൻ്റെ പേര്, പയർ. അപ്പോൾ അതൊന്ന് ഇതിൽ കൂടെ ഒന്ന് കയറിപ്പോയത്. അതിന് നമുക്ക് വേറൊരു കോല് വെച്ചിട്ട് ശരിയാക്കാം. അപ്പം ഇപ്പം ഇതിങ്ങോട്ട് എടുത്തു. പക്ഷെ ഒന്നുമില്ലല്ലോ ഇതിനകത്ത്. ഇത്രയും നാൾ നിന്നിട്ട് അയ്യോടാ ചീറ്റിപ്പോയി. എന്താണെന്നറിയില്ല കേട്ടോ. എന്തായാലും ഇത് കിട്ടി. ഇത് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. നിങ്ങളാരെങ്കിലും റിപ്ലൈഡ് ആണെങ്കിൽ ഞാനിത് ചെയ്യാം. ഇതിവിടെ എടുത്ത് വെക്കട്ടെ. ഇനി 2-3 കൂടി ഉണ്ട്, നോക്കട്ടെ. ഇത് എടുത്ത് വെക്കട്ടെ. ഇനി ഇവിടെ ഉണ്ട് കുറച്ചും കൂടിയും. ഇത് പറിച്ചിട്ട് ഫലം ഉണ്ടോയെന്ന് അറിയില്ല. പക്ഷെ എല്ലാ വർഷവും എനിക്ക് വെളുത്തുള്ളി കിട്ടുന്നതാണ്. ഇപ്രാവശ്യത്തെ വെളുത്തുള്ളി ചീറ്റിപ്പോയി. ഇത് കണ്ടോ, ഇത് ചുവന്നുള്ളി ആയിരുന്നു വെളുത്തുള്ളി ആയിരുന്നു എന്ന് ഇപ്പം എനിക്ക് ഡൗട്ട്. ഇത് നോക്കിയേ, ഇതിങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷെ ശരിയായിട്ടില്ല. പക്ഷെ എന്തായാലും ഇതും കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കണം. ഇനിയുണ്ട് 2-3 കടയും കൂടി ഉണ്ട്, നോക്കട്ടെ. ഇത് നമ്മുടെ വീട്ടിൽ കഴിഞ്ഞ വർഷം നട്ട ഏതോ ഒരെണ്ണം മുളച്ച് വന്നതാണേ. ഇത് ഉണ്ടായിരിക്കണ പൂ നോക്കിയേ. ഇത് ഈ സ്ലഗ് വന്നിട്ട് ഇത് കഴിച്ചുകൊണ്ട് പോയി. നല്ല ഭംഗി നോക്കിയേ. അതിൻ്റെ മുട്ട് നോക്കിയേ, നല്ല കളറിൽ വരുന്ന മുട്ട്. ഇത് കണ്ടോ. പേരറിയാൻ പാടില്ല എന്താന്ന്. ചിലപ്പോൾ ടീന അത് കാണുമ്പോൾ ടീനയ്ക്ക് ഇതിൻ്റെ പേര് പിടുത്തം കിട്ടുമായിരിക്കും. എന്തായാലും കളയാണ്ട് നമുക്ക് കാത്തു സൂക്ഷിക്കാം. ഇനി ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് വേറെ സ്ഥലത്തേക്കാണേ. കഴിഞ്ഞ വർഷം നിങ്ങൾ ഓർക്കണ്ടോയെന്നറിയില്ല, ഒരു ലാവണ്ടർ ഫീൽഡിൽ ഞങ്ങൾ പോയിട്ട് ഒരു ലാവണ്ടറിൻ്റെ ഒരു ചുവട് നമ്മൾ കഴിഞ്ഞ വർഷം വാങ്ങിച്ചിരുന്നേ. അപ്പോൾ നോക്കിയേ, ഇത് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. അത് എല്ലാത്തിനും ഉണ്ട്. മണത്ത് നോക്കട്ടെ. നല്ല മണമുണ്ട് ഇതിന്. ഇനി കുറച്ചും കൂടി വരുമായിരിക്കും. അതുപോലെ തന്നെ എനിക്ക് എൻ്റെ ഒരു കൂട്ടുകാരി ലിജി തന്ന ഒരു 2-3 തണ്ടാണ് ഈ കാണുന്നത്. നമ്മുടെ 10 മണിയുടെ ഇത് കണ്ടോ. അതൊരു പ്രത്യേക 10 മണി അല്ലേ. 1, 2, 3, പിന്നെ അത് ഇവിടെയൊക്കെ മുട്ടുണ്ടായിട്ടുണ്ട്. ഒരു വിത്തിൻ 1 വീക്കിനുള്ളിൽ ഇത് കുറച്ചും കൂടി കൂടുതൽ കാണിക്കാൻ പറ്റും. ഇനി അടുത്തത് ഇത് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകണേ. ഇതും അതുപോലെ തന്നെ ഇത് സ്പ്രിംഗ് ഒനിയനാണ് ശരിക്കും പറഞ്ഞാൽ. സ്പ്രിംഗ് ഒനിയൻ നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ ആ റൂട്ട് ഉണ്ടാവില്ലേ, നമ്മുടെ ആവശ്യത്തിന് ഇല എടുത്തതിന് ശേഷം അതിൻ്റെ ആ റൂട്ട് കൊണ്ടുവന്ന് നട്ടതായി കാണുന്നത്. ഇതെന്ത് ഭംഗിയായിട്ട്. ഇതിനും ഒരു സൈസ് പൂവുണ്ടായിട്ടുണ്ട്. പക്ഷെ ഞങ്ങളിത് ഇന്ന് ഇടയ്ക്ക് ഓരോന്ന് എടുക്കും. എനിക്കൊന്ന് ഇതുപോലെ തന്നെ അത് എടുക്കാൻ തോന്നുന്നുണ്ട്. ഇതും അതിൻ്റെ തന്നെയാണ്. നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതേ ഇത് നമ്മുടെ മിൻ്റാണിത്. മിൻ്റ് കടയിൽ നിന്ന് വാങ്ങിക്കണത്. ഞാൻ ഗ്ലാസ്സിൽ വെച്ച് വേര് പിടിപ്പിച്ച് നട്ടതാണിത്. അതുപോലെ ഞാൻ വേര് പിടിപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇത് നമ്മുടെ സ്വന്തം മല്ലിയില നോക്കിയേ. എന്ത് രസമായിട്ട് വന്നേക്കണല്ലേ. ഒരെണ്ണം പോലും മുളയ്ക്കാതിരുന്നില്ല. അത് കണ്ടോ. ഇതിപ്പോൾ എനിക്കൊന്നൊരു 10-12 ദിവസമായി കാണുമായിരിക്കും. 2 എണ്ണത്തിലും നന്നായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ. ഹലോ കൂട്ടുകാരെ, അപ്പം നമ്മുടെ ഉള്ളി നട്ടത് ചീറ്റിപ്പോയി. അത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഞാൻ എടുത്ത് വെക്കാം. നിങ്ങളെന്നോട് പറയുന്നത് എന്താ ചെയ്യേണ്ടതെന്ന് പറയൂ കേട്ടോ. കണ്ടോ, ഇതിങ്ങനെ പൂവൊക്കെ ആയിട്ടാണ് വന്നേക്കണത്. ഇത് തോരൻ വെക്കുമോ എന്ന് പറയണേ. കാണുന്നവർ പറയണേ. എന്തായാലും ഞാൻ അത് കളയുന്നില്ല, സൂക്ഷിച്ച് വെക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇന്ന് ഞാൻ കുറച്ച് പ്ലാന്റ്സും കുറച്ച് സീഡ്സും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഓരോന്നോരോന്നായിട്ട് നമുക്ക് നടാം അന്നത്തെ പോലെ തന്നെ. പക്ഷെ ഞാൻ കുറച്ച് ഇതൊക്കെ വെട്ടി കേട്ടോ. ഇല്ലിയൊക്കെ വെട്ടി കുറേ വൃത്തിയാക്കി. എന്നാലും ഇനിയുണ്ട് വൃത്തിയാക്കാനായിട്ട്. ഓരോ ദിവസം ഓരോന്നോരോന്ന് ചെയ്യാം. കഴിഞ്ഞ ദിവസം നട്ടതൊക്കെ കാണിക്കാറാവുന്നേ ഉള്ളൂ. അതൊന്ന് പിടിച്ച് വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുമിച്ച് നട്ടാലോ? ഞാൻ എടുത്തുകൊണ്ട് വരട്ടെ കേട്ടോ ഓരോ സാധനങ്ങൾ. ഇന്നലെ നിങ്ങളെ ഞാൻ ലെറ്റൂസ് കാണിച്ചില്ലായിരുന്നോ? അതെ, ആ ലെറ്റൂസാണ് കേട്ടോ ഇരിക്കുന്നത്. നോക്കിയേ. ഇന്ന് രാത്രി ഇവിടെ റാണിമോളുടെ ഡാഡിയും
റാണിമോളുടെ ഫാമിലി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ മരിച്ച് കുറച്ച് സാലഡ് ഈ ലെറ്റൂസൊക്കെ വെച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അത് നോക്കിയേ, ശരിക്കും കാണിച്ചു തരാം കേട്ടോ. അതുണ്ടോ, ഒരു നന്നായിട്ടുണ്ടായിട്ട് ഞാൻ അതുകൊണ്ട് അതിൻ്റെ ഒരു ഇച്ചിരി കൂടി വിത്ത് മേടിച്ചിട്ടുണ്ട്. വേണ്ട, ഇത് നാട്ടിൽ വളരുമെന്ന് എനിക്ക് തോന്നണം കേട്ടോ. ഇതിൻ്റെ വിത്തുണ്ടോയെന്നൊന്ന് അന്വേഷിച്ച് നോക്കി. ഒരു ബുദ്ധിമുട്ടുമില്ല അതിന്. നാട്ടിൽ എനിക്കൊന്ന് വെറുതെ ഉള്ള മണ്ണാണെങ്കിൽ കുറച്ച് ചാണകം ഒന്ന് മിക്സ് ചെയ്തിട്ടേ ഒന്ന് നട്ടാൽ മതിയാവും. ഇതിപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന മണ്ണായതുകൊണ്ട് ഞാൻ വേറെ ഒന്നും ചേർക്കാതെയാണ് വെറുതെയാണ് നട്ടത്. അപ്പോൾ ഇത്ര ഭംഗിയായിട്ട് വന്നു. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്താ പറയുക, വലിയ വലിയ പോഷ് ഐറ്റംസിനേക്കാളൊക്കെ എന്തൊരു സന്തോഷമല്ലേ ഇത് കാണുമ്പോൾ, അല്ലേ? എനിക്ക് അങ്ങനെയാണ് കേട്ടോ, നിങ്ങൾക്കും അങ്ങനെയാണെന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. കാരണം മണ്ണൊന്നും ആവണ്ട, നല്ല ഫ്രഷ് ആയിട്ടിരിക്കുമല്ലേ. നമുക്കൊന്ന് രാത്രി സാലഡ് ഉണ്ടാക്കാം കേട്ടോ. ഓക്കെ, മാറ്റി വെച്ചിട്ട് വരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് വിത്തുകൾ വാങ്ങിച്ചിട്ടുണ്ട്. വിത്തുകൾ വാങ്ങിച്ചിരിക്കുന്നത് ഒന്ന് ലെറ്റൂസ് തന്നെയാണ്. ഒന്ന് ലെറ്റൂസ്, ഒന്ന് വാങ്ങിച്ചിരിക്കുന്നത് കോൺ പോപ്പി. ഇതിങ്ങനത്തെ ഒരു പൂവുണ്ടാവേ. അപ്പോൾ നമുക്കതൊന്ന് നട്ട് നോക്കാം കേട്ടോ. അത് പിന്നെ നമ്മുടെ സ്വന്തം സൂര്യകാന്തി. പിന്നെ അത് ഇങ്ങനത്തെയൊക്കെ കുറേ പൂക്കളുണ്ടാവുന്ന ഒരു ഇത് മിക്സ്ഡ് ആനുവൽ ഫ്ലവേഴ്സ് എന്നാണ് പറയണത്. അപ്പോൾ ഇതൊക്കെ ഞാൻ വാങ്ങിച്ചിട്ട് ഇതൊക്കെ നമുക്ക് നടണം. അതുകൂടാതെ ഞാൻ കുറച്ച് മല്ലി, പിന്നെയും നമ്മൾ മല്ലിയിലേക്കാണ് വരുന്നത് കേട്ടോ. മല്ലി ഞാൻ കുറച്ച് വെള്ളത്തിലിട്ടായിരുന്നേ. അപ്പോൾ ഇത് നമുക്ക് ഇന്ന് വേറൊരു മെത്തേഡിൽ നമുക്ക് ചെയ്യാം. നിങ്ങൾ പറഞ്ഞില്ലേ ഞാൻ ചെയ്യുന്ന മെത്തേഡിൽ കുറച്ച് പേർക്ക് മുളച്ചില്ല എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഞാൻ വേറൊരു മെത്തേഡിൽ ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കിയിരുന്നു. അപ്പോൾ അത് വിജയിച്ചു. ഞാൻ അതും കൂടി ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ സെക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം കുറച്ച് മണ്ണ് വേണം. മണ്ണിന് ഞാൻ ഇന്നലെ നമ്മളിവിടുന്ന് കുറച്ച് ദൂരെ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞപ്പോഴേ എല്ലാത്തിനും വില കുറവ്. ഇതിനും ഈ പ്ലാന്റ്സിനും മണ്ണിനൊക്കെ വില കുറവ്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ വില കുറവായതുകൊണ്ട് വാങ്ങിച്ചു. അപ്പോൾ ഇതാണ് മണ്ണ്. ഇതിന് പേര് എഴുതിയിരിക്കുന്നത് മൾട്ടി പർപ്പസ് കമ്പോസ്റ്റ്. അപ്പോൾ എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് ചെയ്യുന്നറിയാമോ, ഇവിടെ പണ്ട് നമ്മൾ ബാർബിക്യൂവിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ഗിഫ്റ്റ് കിട്ടിയത് എന്തൊരു സംഭവമാണിത്. അപ്പോൾ ഇതിപ്പോൾ ഉപയോഗിക്കുന്നില്ല, അത് തുരുമ്പ് പിടിച്ചു പോയി. അപ്പോൾ അതിൻ്റെ അടിയിൽ ഹോളില്ല. അപ്പോൾ നമുക്ക് ചെടി നടാനും പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനകത്തേക്ക് നമുക്ക് ഇതൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ ഈ മണ്ണെടുക്കാൻ എളുപ്പമുണ്ടല്ലോ. ഇത് ബോറടിക്കല്ലോ അല്ലേ? എനിക്കത് കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ ഭയങ്കര ഒരു ഉഷാറായേ. മനസ്സിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അങ്ങ് പോയ പോലെ തോന്നി കേട്ടോ. എല്ലാവർക്കും ഉണ്ടാവില്ല, എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടാവില്ലോ. ഇവിടെ വന്ന് നിങ്ങളോട് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് ഇതൊക്കെ നട്ട് കഴിഞ്ഞപ്പം ഒരു നല്ല സന്തോഷം തോന്നി. നോക്കി എന്തോരം റോസപ്പൂവാന്ന് നോക്കിയാൽ അവരുടെ റോസപ്പൂവും നമ്മുടെ ചെറിയും ഒരുമാതിരി ഇതേ പൂത്ത് വരുന്നുണ്ട് കേട്ടോ. എവിടെയൊക്കെ പഴുത്തു തുടങ്ങി. ഞാനിത് കഴിയുമ്പോൾ ക്യാമറ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പം നമുക്കിപ്പോൾ ചെയ്യേണ്ടത് ഒരു ചട്ടി എടുക്കുന്നു. നേരത്തെ പറഞ്ഞാൽ നമുക്ക് ചട്ടി ഒന്ന് തുടയ്ക്കണം. ഞാനൊരു തുണി അന്വേഷിക്കട്ടെ. നാളത്തെ തുണി എവിടെ പോയാവോ? ചീത്തത്തുണി ആയാലും കുഴപ്പമില്ലല്ലോ. തുടച്ച് തുടച്ചിട്ട് ഞാൻ കുറച്ച് മണ്ണ് നിറയ്ക്കട്ടെ കേട്ടോ. ഇന്നിവിടെ കർണനില്ല, അവനെ കൊണ്ട് നടക്കാൻ കൊണ്ടുപോയിരിക്കുവാണ്. അതുകൊണ്ട് അവനില്ല, അവന് വന്നു കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുള്ളൂ. അപ്പോൾ ഇതേ മണ്ണൊക്കെ നിറച്ചു ചട്ടിയിൽ. ഇതുപോലെ ഇതിനകത്ത് എല്ലാം മിക്സ്ഡാണ് ഇതിനകത്ത്. ഓക്കെ, ഇത് നമുക്ക് ആദ്യം എന്താ നടണ്ടേ? ഇത് കേട്ടാലോ, ഈ ഫ്ലവേഴ്സിൻ്റെ മിക്സ്ഡ് ആനുവൽ ഫ്ലവേഴ്സ് നടത്തേ. ഒന്ന് തുറക്കുവാണേ. അതിൻ്റെ എങ്ങനത്തെയാണ് നോക്കട്ടെ എൻ്റെ അരി. അതിങ്ങനെ നമ്മുടെ ഈ ചീരയുടെ വിത്ത് പോലെ അങ്ങോട്ട് കൊണ്ടുവന്നാൽ കാണാൻ പറ്റില്ല. അതെ, ഇതുപോലെയാ, ചീരയുടെ വിത്ത് പോലെയാ. അപ്പം ഞാൻ പാവട്ടെ ഇതിനകത്ത് എല്ലാം പിടിച്ചു വരണേ. എൻ്റെ കൂട്ടുകാരും ഉണ്ടേ നിങ്ങളുടെ കൂടെ, ഒരെണ്ണം പോലും പോലെ. ഓക്കെ, അപ്പോൾ ഇനി അതിൻ്റെ മീതെ കുറച്ച് മണ്ണിടണമല്ലോ, എല്ലാം തട്ടിയെടുത്തതിനകത്തേക്ക്. അപ്പം അതിൻ്റെ തന്നെ കുറച്ച് മണ്ണ് കുറച്ചിട്ടാൽ മതിയല്ലോ. ഇന്നാളെ ആരോ ഇട്ടിരുന്നു ഒരുപാട് ഇടണ്ടെന്ന് പറഞ്ഞു. ശരി, ഒരുപാട് ഇടുന്നു. എന്നിട്ട് ഇതിൻ്റെ സൈഡിൽ വെക്കും. എന്താ നട്ടേന്ന് അറിയണ്ടേ?
ഇത് വെച്ചു. നമുക്ക് ലാസ്റ്റ് വെള്ളം നനയ്ക്കാം അല്ലേ. അപ്പം നട്ടത് ഇങ്ങോട്ടേക്ക് ഇപ്പം ഒന്ന് മാറ്റി വെക്കാണേ. നല്ല കിളികളുടെയൊക്കെ ശബ്ദമുണ്ട്, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നമ്മുടെ ലെറ്റൂസ് തന്നെ നട്ടാലോ. ലെറ്റൂസിന് ഞാനൊരു ചട്ടി കണ്ടുപിടിക്കട്ടെ. നിങ്ങളുടെ മുമ്പിൽ തന്നെ വെച്ചിട്ടാ ചട്ടിയും കണ്ടുപിടിക്കുന്നത്. നോക്കട്ടെ. ഇതൊക്കെ നമ്മളെല്ലാവരും ചെയ്യണ കാര്യങ്ങളാണല്ലോ അല്ലേ. എനിക്ക് യൂട്യൂബ് ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ ഷെയർ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളെല്ലാവരും വീട്ടിൽ ചെയ്യണ്ടാവും. ഇത് കഴിഞ്ഞ വർഷത്തെ എന്തോ നട്ടതാണ്. അപ്പോൾ അതിന് പുല്ലുണ്ട്. അപ്പോൾ പുല്ല് നമുക്കിങ്ങോട്ട് കുറച്ച് മാറ്റിയിട്ട് ഇവിടെ കുറേ കൂട്ടിയിട്ടിട്ടുണ്ട്. ഒന്നും കൊണ്ടേ കളഞ്ഞിട്ടില്ല, എല്ലാം കൊണ്ടേ കളയാൻ കിടക്കുക. ഇവിടെ നമ്മളാണ് എല്ലാ പണികളും ചെയ്യുന്നത്. നമ്മളിനി ഇവിടെ ഒരു വേലക്കാരും ഇല്ല, ജോലിക്കാരും ഇല്ല, ആരുമില്ല. ഒരു വീട്ടിലെ എല്ലാ പണികളും എത്ര ധനികരാണെങ്കിലും നമ്മൾ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യണത്. അപ്പം ഈ മണ്ണൊന്ന് ഇളക്കി മറിക്കണം. ഇളക്കി മറിക്കട്ടെ. ഈ വർഷം നമുക്ക് ഒരു ഒക്ടോബർ നവംബറിൽ ഉള്ളി നട്ട് നോക്കാം കേട്ടോ, എന്താ സംഭവിക്കുന്നത് നോക്കാം. എനിക്ക് എല്ലാ വർഷവും കിട്ടുന്നതാണ്, ഇപ്രാവശ്യം എന്താ പറ്റിയെന്ന് അറിയില്ല. ഓക്കെ, അപ്പോൾ ഇത് ശരിയായിട്ടുണ്ട്. ഇലയൊക്കെ ഒന്ന് മാറ്റി നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഇതിൽ നിന്ന് തന്നെ കുറച്ച് മണ്ണ് മാറ്റാം, കാരണം ഇതിനകത്ത് ഇച്ചിരി കൂടുതലുണ്ട്. ഇതിനകത്തേക്ക് ഇട്ട് വയ്ക്കാം. ഓക്കെ, റെഡി ആയിട്ടുണ്ടോ? ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ലെറ്റൂസ് വളരെ സ്നേഹത്തോട് കൂടിയിട്ട് നമുക്കിത് മുറിക്കാം. ഇതിൻ്റെ തരി എങ്ങനത്തെ നോക്കട്ടെ. അതിനകത്ത് വേറൊരു കൂടുണ്ടേ. അങ്ങനെയായിരുന്നു, ഞാൻ കഴിഞ്ഞ വർഷം ഓർക്കണില്ല എങ്ങനെയായിരുന്നെന്ന്. കുറേ ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ മുളക് തരി പോലെ. ഞാൻ കയ്യിലിട്ട് തരാം. മുളക് തരി പക്ഷെ കറുത്തിരിക്കണത് വേണ്ട, ഇതുപോലെ ഇരിക്കണേ. നടാട്ടോ, ഇതിൽ തന്നെ നടുക. എല്ലാം പറഞ്ഞത് തന്നെ നടായിരിക്കും. അടിപൊളി, നമ്മുടെ മുളക് തരിയിലൊക്കെ കിട്ടുമല്ലേ. ഓക്കെ, നട്ടു. അതിൻ്റെ ലെറ്റൂസിന് എഴുതിയേക്കുന്നത് സൈഡിലിങ്ങനെ വയ്ക്കുവാണേ. ഇനി കുറച്ച് മണ്ണിടണ്ടേ. കുറച്ച് മണ്ണൊക്കെ വെച്ചു. ഓക്കെ, ഇനി നമുക്ക് ഒരുമിച്ച് നനയ്ക്കാം. ലാസ്റ്റ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വെച്ചു. വേസ്റ്റൊക്കെ ഒന്ന് ഒരു സ്ഥലത്തേക്ക് കൂട്ടി വയ്ക്കുകയാണെങ്കിൽ എളുപ്പമുണ്ട് ലാസ്റ്റ് കൊണ്ടേ കളയാനായിട്ട്. ഇനി അടുത്തത് നമ്മുടെ അടുത്തുള്ളത് കോൺ പോപ്പി. അതിങ്ങനെ ഭയങ്കര രസമുള്ളൊരു പൂവാണേ. ഇത് ഈ മുകളിലില്ലേ അതുപോലെ വരും ഇതിൻ്റെ പൂവ് പിടിച്ച് കിട്ടുവാണെങ്കിൽ. അപ്പം നമുക്കൊരു ചട്ടി ഞാൻ തപ്പട്ടെ. ഹലോ ചട്ടികൾ, വേർ ആർ യു? ഞാനിത് ആവുന്നതിന് മുൻപേ ഞാൻ ഈ യൂട്യൂബിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അടിച്ചു നോക്കുമല്ലോ, നമുക്കറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ. അപ്പം നമ്മൾ ഈ ഇതിനകത്ത് ഹോളുണ്ട്, ചട്ടിക്ക് ഹോളുണ്ട്, എല്ലാ ചട്ടിക്കും ഹോൾ ഉണ്ടാവുമല്ലോ. അപ്പം എന്നിട്ട് താഴെ കുറച്ച് കരിയിലൊക്കെ വെച്ചിട്ട് മുകളിൽ മണ്ണിട്ടാലും മതി. അപ്പം ആ കരിയിലയുടെയൊക്കെ ആ ഒരു വളം പോലെ നമുക്ക് ഇതിനകത്ത് കിട്ടും. നമുക്ക് അങ്ങനെ ചെയ്താലേ പ്രാവശ്യം. അതുപോലെ തന്നെ പച്ചക്കറി ഇടാം. ഞാൻ പച്ചക്കറി മാറ്റി വെച്ചിട്ടുണ്ട്, അത് കാണിച്ചു തരാം കേട്ടോ. അപ്പം കരിയിലിടാം കുറച്ച്. കരിയില വാരിക്കൊണ്ടിരിക്കുവാണേ. കുറച്ച് കരിയില ഇട്ടു. ഞാൻ നിങ്ങളോട് പറഞ്ഞോന്നറിയില്ല, ഇവിടെ ഒരു മരമുണ്ട്. ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ആ മരം ശരിക്കും പറഞ്ഞാൽ ബേ ലീവ്സ് ആണ്. നല്ല മണമുണ്ട്. അതിൻ്റെ ഒരു കൊമ്പ് പിടിച്ചോണ്ട് വരാം കേട്ടോ. അപ്പം തന്നെ നമ്മൾ ഈ വീട് വാങ്ങിച്ചപ്പോൾ ഇതിൻ്റെ ബാക്കിലുള്ളൊരു മരമായിരുന്നത്. ഇതാണ് ഇതിൻ്റെ ഇല. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബേ ലീവ്സ് ആണിത്. ഇംഗ്ലീഷുകാരൊക്കെ പാസ്തയിലും ഇറച്ചിയിലും ഒക്കെ ഇട്ട് വെക്കുന്നതാണ്. ഞാൻ ഇടയ്ക്ക് ഓർക്കണ സമയത്തെടുത്ത് എന്തെങ്കിലുമൊക്കെ ഇടാറുണ്ട്. ഇതിൻ്റെ മണമുണ്ട്, നല്ല മണമുണ്ട്. ആ ഒരു നല്ല മണമുണ്ട് ഇതിന്. ഞാൻ വിചാരിക്കും ഇതുകൊണ്ട് അട ചുടാന്ന്. പക്ഷേ അട ചുടാനായിട്ട് ഇതിനകത്ത് ഉണ്ട് ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ വീതി ഇത്രയേ ഉള്ളൂ. വേണ്ട, ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ വീതി.
അപ്പോൾ അതുണ്ടെന്ന് പറയുക. ഇവിടെ നമ്മളിവിടെ ഒരു ടെൻ്റ് അടിച്ചിരിക്കുക, കാരണം ഭയങ്കര വെയിലാണ് ചില സമയങ്ങളിൽ. അപ്പോൾ ഇവിടെ ഒന്ന് വന്നിരിക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അതുകൊണ്ട് ഒരു ടെൻ്റ് പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു, അപ്പോൾ അത് വെച്ചിരിക്കുക. അതുകൊണ്ടാണ് മരം ഇപ്പോൾ കാണാൻ പറ്റാത്തത്. ഓക്കെ, അപ്പം നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ കുറച്ച് കരിയില ഇട്ടേ, ഇത്ര ഇട്ടുള്ളൂ കരിയില, അത്രയും കരിയില. ഇനി നമുക്ക് മണ്ണ് നിറയ്ക്കാം. മണ്ണ് നിറച്ചു. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ പോപ്പിക്കുട്ടന്മാരെ നട്ടാലോ? നമ്മുടെ പോപ്പി എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലത്തെ കൊടയുടെ ഓർമ്മ വരും അല്ലേ? പോപ്പിക്കുട. നമ്മുടെ നാട്ടില് സ്കൂളില് തുറന്ന സമയമായിരുന്നല്ലോ കഴിഞ്ഞ ആഴ്ച. അതിനകത്ത് ഒരു സെക്കൻഡ്, അതിനകത്തൊരു ഒരെണ്ണം കൂടി ഉണ്ട്, അതുകൂടി തുറക്കട്ടെ. ഇതിന്റെ വിത്ത് എങ്ങനെയാണെന്ന് നോക്കട്ടെ. അതിങ്ങനെ നമ്മുടെ ചീരയുടെ പോലെ തരി തരി വിത്താ. അപ്പൊ ഇങ്ങനെ 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 നടാം, പൊടി പൊടി വിത്താ. അപ്പൊ ഇതിവിടെ വെച്ചേക്കാം എന്താണെന്നറിയാനായിട്ട്. എന്നിട്ട് കുറച്ച് മണ്ണ് നടാം. ലാസ്റ്റ് നമുക്ക് നനയ്ക്കാം കേട്ടോ. ഓക്കെ, സ്കൂൾ തുറക്കണ കാര്യം നമുക്ക് ബ്രേക്കിന് പറയാം കേട്ടോ. ഇനി നമുക്കുള്ളത് നമ്മുടെ സ്വന്തം സൺഫ്ലവർ ആണ്. എനിക്കൊരു സൺഫ്ലവർ പിടിച്ചു കിട്ടിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചത് അത് പച്ചക്കറിയാണ്, അത് ശരിക്കും എൻ്റെ സൺഫ്ലവർ ആണത്. അതിനിപ്പോൾ അവിടെ നിന്ന് എടുത്താൽ ശരിയാവുമെന്ന് അറിയില്ല, അതുകൊണ്ട് ഞാൻ ഇന്ന് എടുക്കുന്നില്ല. അങ്ങനെ തന്നെ അവിടെ ഇരിക്കട്ടെ, കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ടോ, ഇത് സൺഫ്ലവറാണ് പിടിച്ചു കിട്ടിയിരിക്കുന്നത്. അതിനകത്ത് ഞാൻ ചീര നട്ടിരിക്കുക. ഇത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ, അത് കാരണം അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇനി അവിടെ നിന്ന് പറിച്ച് നട്ടാൽ ചിലപ്പോൾ എങ്ങാനും പാടിപ്പോയാലോ. അപ്പോൾ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് നടണം, ഇനി സൺഫ്ലവർ നടണം. സൺഫ്ലവറിന് നമുക്ക് കണ്ടുപിടിക്കണം ആരെങ്കിലും. നോക്കട്ടെ, നമുക്ക് ഒരു ചട്ടി എടുക്കാം അല്ലേ? അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചു ഈ ഒരു ചട്ടി ഉണ്ടല്ലോ, പറയാം കേട്ടോ. ഇത് ഈ മേശ അധികം ബലമില്ലാത്തതാണ്, അപ്പോൾ ചിലപ്പം ഇതവിടെ പറ്റത്തില്ല. നമുക്ക് ഈ ഇതിൽ നടാം, ഇതിൽ വെക്കാൻ ചേച്ചി. ഇതൊരു വലിയ ചട്ടിയാണേ. ഇതിനകത്ത് എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇത് കഴിഞ്ഞ വർഷം ഇത് ഇവിടുത്തെ ഒരു ജാസ്മിൻ, അത് പിള്ളേർ ഗിഫ്റ്റ് തന്നതാ മദേഴ്സ് ഡേക്ക്. പക്ഷെ ഇതെല്ലാം കരിഞ്ഞു പോയെന്ന് വിചാരിച്ച് എന്നോട് ബാക്കിൽ എടുത്ത് വെച്ചിരിക്കുമായിരുന്നു. പക്ഷെ ഇപ്പം നോക്കിയപ്പം അതിൻ്റെ കുറച്ച് വരുന്നുണ്ട്. അപ്പം ഞാൻ സൂക്ഷിച്ച് തന്നെ എടുത്ത് വെച്ചു. അപ്പം ഒരു ഇതൊക്കെ കെട്ടി ഉണ്ടോ, വരുന്നുണ്ട്. പൂവുണ്ടാവുമെന്ന് നോക്കാം നമുക്ക്. അപ്പം ഇതിനകത്ത് കുറേ സ്ഥലമുണ്ട്, ഉണ്ടോ, കുറേ സ്ഥലമുണ്ട്. അപ്പം നമുക്കിവിടെ ഈ ഓരോ കോർണറിലും ഓരോ നട്ടാലോ അല്ലേ? കർമ്മൻകുട്ടൻ വന്നാ, നടക്കാൻ പോയിട്ട് വന്നോ നീ? ഉണ്ടാവും, വന്നു. സന്തോഷമായോടാ നിനക്ക്? നടന്ന് വന്നോ നീ? ഓക്കെ ഓക്കെ. അപ്പം ഇതിനകത്ത് നടാം നമുക്ക് ഈ സൺഫ്ലവർ കേട്ടോ. ഞാനൊന്ന് മുറിക്കട്ടെ. സൺഫ്ലവറിന്റെ വിത്തൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ, എങ്ങനെയാന്ന്? വലിയ വിത്തല്ലേ സൺഫ്ലവറിന്, അങ്ങനെ എനിക്ക് തോന്നണേ. ഇത് ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരെണ്ണം കൂടി ഉണ്ട്. അത് ഇച്ചിരി വലിയ വിത്താണ് സൺഫ്ലവറിൻ്റെ. അപ്പം നമുക്ക് രണ്ട് ഒന്ന് എത്ര ഉണ്ട് നോക്കട്ടെ. ഇനി രണ്ടെണ്ണം കൂടി ഉണ്ട്. അപ്പോൾ ഈ രണ്ടെണ്ണം വെച്ച് നമുക്ക് നടാൻ പറ്റിയേ. ഇനിയില്ല. അപ്പോൾ നമുക്ക് ഈ മണ്ണിട്ട് തന്നെ അങ്ങ് മൂടിയാൽ മതിയല്ലോ. അപ്പോൾ 4 കോർണറിൽ നട്ടിട്ടുണ്ട്. നമുക്ക് നോക്കാം, വരുമെന്ന് നോക്കാം. എന്നിട്ട് ആ സൺഫ്ലവറിൻ്റെ ഇത് വെച്ചേക്കാം, അല്ലെങ്കിൽ മനസ്സിലാവില്ല എന്തൊക്കെയാണ് നട്ടേക്കണേന്ന്. ഓക്കെ, ഹാപ്പിയാണോ? എന്താടാ ഇത് വീഡിയോ എടുക്കണ്ട് അമ്മ, വീഡിയോ എടുക്കണ്ട്. ഇതൊന്ന് ഇപ്പം മാറ്റി വെക്കട്ടെ. അപ്പം ഇപ്പം വിത്തുകൾ കഴിഞ്ഞു. വൃത്തിയാക്കട്ടെ കേട്ടോ. ഇവിടെ വൃത്തിയാക്കിയിട്ട് ഒന്ന് മാറ്റിയിട്ടെ. ഞാൻ നമ്മുടെ ഈ ക്യാപ്സിക്കം ഇല്ലേ, അതിങ്ങനെ മുറിക്കുമ്പം അതിൻ്റെ തരികൾ നമ്മുടെ കട്ടിംഗ് ബോർഡിൽ വരുമല്ലോ, അത് ഞാൻ എടുത്തു വെക്കും. അപ്പം നമുക്ക് എന്തെങ്കിലും നട്ടാൽ ചിലപ്പോൾ അതിങ്ങനെ പിടിച്ച് വരുവേ.
അപ്പോൾ ഇപ്പോൾ ഏതെങ്കിലും ഒന്ന് ഇട്ടാൽ മതിയാവുന്നു. അത് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ഇടണം. നോക്കട്ടെ, ഇവിടെ ഒരു തക്കാളി തൈ ഇരിപ്പുണ്ട്, നമ്മളൊന്ന് നട്ടില്ല. അതിനകത്ത് ചീര. ഇവിടെ ഒരു സ്ട്രോബെറിയുടെ ഉണ്ട്, അവിടെ നടാം. കാരണം സ്ട്രോബെറി ഇപ്പം ഉണ്ടായാലും അവിടെ ഞാൻ നട്ടു കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടാവില്ലായിരിക്കും. ഓക്കെ, അപ്പോൾ അതവിടെ നട്ടു. പിടിച്ചു വരാമെന്ന് അറിയത്തില്ല, മൂത്താണോ എന്ന് നമുക്ക് അറിഞ്ഞൂടാ. ഇനി ഒരെണ്ണം നിങ്ങളെ സ്പെഷ്യലായിട്ട് കാണിക്കാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഇത് മല്ലി ഞാൻ വെള്ളത്തിലിട്ടതാണേ. അപ്പോൾ ഇത് ഇപ്പം ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെള്ളം ഊറ്റിയിട്ട് ഇത് ഞാൻ കുറച്ച് മണ്ണില്ലേ, മണ്ണോടുകൂടി മിക്സ് ചെയ്യാൻ പോവാണ്. കാണിച്ചു തരാം കേട്ടോ. അരിപ്പ കൊണ്ടുവന്നില്ല, അപ്പം നമുക്കിപ്പോൾ കൈകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം ചെയ്യാം, നമുക്ക് ഒരു ചട്ടി എടുക്കാം. എന്നിട്ട് ഒന്ന് മാറിയിടാന്ന് കുറച്ച് മണ്ണെടുത്തേ. എന്നിട്ട് ഞാൻ ഇത് അരിക്കാണ്ട് തന്നെ ഈ വെള്ളവും കൂടി ഇരുന്നോട്ടെ. ഇതിനകത്തേക്ക് ഞാൻ ഇട്ടു ആ വെള്ളം എല്ലാം അങ്ങ് ഇട്ടു. എന്നിട്ട് ഞാനിവിടെ മിക്സ് ചെയ്യുവാണത്. മിക്സ് ചെയ്തിട്ട് ഞാനൊരു പ്ലാസ്റ്റിക് ബോട്ടിലേക്ക് എടുത്ത് മാറ്റി വെക്കാൻ പോവാം, മിക്സ് ചെയ്ത മണ്ണ്. എന്നിട്ട് എന്തിനാന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇതിനകത്തൊരു ഈർപ്പുണ്ടല്ലോ, ഓൾറെഡി ഈർപ്പുണ്ട്. എന്നിട്ട് ഇനിയിപ്പോൾ ആ മണ്ണ് ഇതിനകത്തേക്ക് ഇട്ടു. ഏതെങ്കിലും ഒരു പാത്രത്തിലിട്ട് കുഴച്ചാൽ മതി. എന്നിട്ട് ഇതിനകത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തേക്ക്. ഇതിനകത്ത് ആവശ്യത്തിന് ഈർപ്പമുണ്ട്, കാരണം ഞാൻ ആ വെള്ളം ഒഴിച്ചില്ലേ. കണ്ടപ്പോൾ നമുക്ക് തൊടുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഈർപ്പമുണ്ട്. ഇനിയിപ്പോൾ വെള്ളം ഒഴിക്കണ്ട. എന്നിട്ട് ഇത് നമ്മൾ കെട്ടി വയ്ക്കാം. കെട്ടിയിട്ട് ഇത് വേണമെങ്കിൽ ഈ ചട്ടിയിൽ തന്നെ ഇരുന്നോട്ടെ, അങ്ങനെ ഇട്ട് വയ്ക്കാം. ഇതൊരു 2-3 ദിവസം കഴിയുമ്പോൾ ഈ മണ്ണിൽ തന്നെ ആയതുകൊണ്ട് ഇത് കിളുക്കാനായിട്ട് എളുപ്പമുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ട്, ഈ വർഷം ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് നോക്കാം. ഇതങ്ങനെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വിജയിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, ഇനി അടുത്തത് ഇങ്ങനെ ഈ വൃത്തികേടായിട്ട് കിടക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല. അപ്പം തന്നെ ക്ലീൻ ചെയ്യണം. അപ്പം അതങ്ങോട്ട് മാറ്റി വെച്ചു. ഇനി നമുക്ക് പിന്നെ ഒരു ഡാലിയ വാങ്ങിച്ചു. ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര വില കുറവായിരുന്നു അവിടെ. അപ്പോൾ ഒരു കുഞ്ഞ് ഡാലിയ, ചെറുതാ, വളരെ പൈസ കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു മഞ്ഞ ഡാലിയ മേടിച്ചു. അപ്പം നമുക്ക് ഡാലിയ കുട്ടന്മാരുടെ കൂട്ടത്തിൽ തന്നെ നടാൻ പറ്റുമോ നോക്കട്ടെ. ഡാലിയ നമ്മൾ കുറച്ച് നട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതിനകത്ത് സ്ഥലമില്ല. അപ്പം നമുക്ക് ഇതൊന്ന് തുടച്ചിട്ട്, ഇതെന്തോ കഴിഞ്ഞ വർഷത്തെ എന്തോ ആണ്, ഇത് പിന്നെ രണ്ടാമത് വരാത്തതാണേ. നമുക്ക് ആ ചട്ടി ഉപയോഗിക്കാം. അപ്പം അതൊന്ന് കൊത്തി ഇളക്കണം. നിങ്ങളുടെ വീട്ടിൽ ആരുടെയും വീട്ടിൽ ഡാലിയ ഉണ്ടോ പറയണേ. കുറച്ച് മണ്ണ് മാറ്റാം, കാരണം അത് കുറച്ച് നല്ല കൂടുതൽ മണ്ണുണ്ട്. കുറച്ച് മണ്ണൊന്ന് മാറ്റിയിട്ട് നമുക്ക് ഡാലിയ കുട്ടിനെ ഇവിടെ നട്ടാലോ. നിങ്ങൾ ഹാപ്പിയാണോ ഇവിടെ നടാനായിട്ട്? ഓക്കെ, ഇത് ഇങ്ങനെ തന്നെ കൂടെ പോരും വേണ്ടോ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കണമെന്ന് പറയും. ആ വേരൊക്കെ ഒന്നേ എന്നിട്ട് നട്ടു. എന്നിട്ട് ആ മണ്ണോട് തന്നെ ഒന്ന് ഉറപ്പിക്കാം. എന്നിട്ട് കുറച്ച് മണ്ണിടേണ്ട വരും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കുറച്ച് നമ്മുടെ പണ്ടത്തെ കോഴി വളം ഇട്ടില്ലേ, മറന്നുപോയോ നിങ്ങൾ? കോഴിവളം, അത് നമുക്ക് കുറച്ച് കോഴിവളം ഇരുന്നോട്ടെ. എന്നിട്ട് ഒരു സൈഡിൽ നട്ടു, ഒരു സൈഡിൽ മണ്ണിട്ടു, അടുത്ത സൈഡും. ഓക്കെ, നമുക്ക്
നമുക്കിനി നനയ്ക്കാനുള്ള കൂട്ടത്തിലേക്ക് അതിനെ കൂടി വയ്ക്കാം. അപ്പോൾ ഇത് നമുക്ക് എടുത്തു വെക്കാം. ചിലപ്പോൾ എന്തെങ്കിലും ആവശ്യം വന്നാലോ നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇങ്ങനത്തെ ഒരു ചട്ടി പണ്ട് നമ്മൾ വാങ്ങിച്ച് ഉള്ളതാണ്. അപ്പം നമുക്ക് ഇതിനകത്ത് എല്ലാത്തിലും ഓരോന്ന് നടാം. ഇത് മണ്ണുണ്ട്, അതൊന്ന് കുത്തി ഇളക്കണം. ഒരു വർഷമായിട്ടിരിക്കുന്ന മണ്ണല്ലേ, കുത്തി ഇറക്കിയിട്ട് കുറച്ച് വെള്ളം ഇട്ടിട്ട് വേണം നടാനായിട്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്? നമ്മുടെ പ്രായം വെച്ച് നോക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വയ്യാണ്ടാവും അല്ലേ. അപ്പം ഇടയ്ക്ക് ഒന്ന് റെസ്റ്റ് എടുത്താൽ മതി. ഇവിടെ വയ്ക്കാം, ഒന്ന് റെസ്റ്റ് എടുത്താൽ മതി. അപ്പം ഇതിനകത്തേക്ക് ഇപ്പം കുറച്ച് ഇതിൻ്റെ മണ്ണ് മാറ്റിയിട്ടേ നല്ല മണ്ണ് എടുത്തിടണം. ഇത്തിരി കോഴിവളം ഇടണം. കാരണം നീ ഹാപ്പി ആയോ? അമ്മ ചെടി നടുന്നത് കണ്ടോ നീ? എനിക്കിഷ്ടമാണോ ഇതൊക്കെ? നമ്മുടെ ചെടിയൊന്നും നശിപ്പിച്ച് കളയല്ല കേട്ടോ. നമ്മുടെ കൂട്ടുകാരെയൊക്കെ കാണിച്ചു കൊടുക്കണ്ടേ? ഓക്കെ, ഇനി നടാൻ പോണ എന്താണെന്നറിയോ? നമുക്കെല്ലാവർക്കും ഏറ്റവും ഇഷ്ടമുള്ള, നമ്മൾ എവിടെയെങ്കിലൊക്കെ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ കാണുമ്പം ഒരു തൈ പറിച്ചോട്ടെ അല്ലെങ്കിൽ ഒരു വിത്തുണ്ടോ എന്ന് ചോദിക്കുന്ന ഏറ്റവും നമുക്കിഷ്ടമുള്ള നമ്മുടെ ബന്ദിക്കുട്ടന്മാരാണ് കേട്ടോ. ഞാൻ ഇതൊന്ന് മാറ്റി തരണേ. നമുക്ക് ആവശ്യം വരും, എന്തായാലും ആവശ്യം വരും. കുറച്ച് കഴിയുമ്പോൾ എടുക്കാം കേട്ടോ. ഓക്കെ, നോക്കിയേ, സ്വന്തം ബന്ദിക്കുട്ടന്മാര് 2 ചട്ടി. 2 മേടിക്കുമ്പോൾ വളരെ പൈസ കുറവായിരുന്നു. എൻ്റെ മണമൊക്കെ അങ്ങോട്ട് കേൾക്കുമ്പോണ്ടല്ലോ നാട്ടിലേക്ക് പോയ പോലെയാണ് കേട്ടോ. ഇത് കണ്ട. അപ്പം നമുക്ക് ഇതിനകത്തൊന്നൊരു ഓറഞ്ചും പിന്നെ വേറെ ഇതിന് വലിയ പൂവുള്ളതുണ്ടല്ലോ, അത് കിട്ടിയില്ല. അപ്പോൾ നമുക്ക് നടാം. അയ്യോ, ഇതിനൊന്നും പോവല്ലേ. ഇതുണ്ടല്ലോ ഈ സ്ലഗ് ഇല്ലേ, ഞാൻ പറഞ്ഞില്ലേ, അതിന് ഭയങ്കര ഇഷ്ടമുള്ളതാണ് ഇത്. അപ്പം ആരും കട്ട് കൊണ്ടുപോകല്ലേ ഇതിനെ. അത് നമുക്കൊന്ന് വെക്കാം. ഇത് കഴിഞ്ഞിട്ട് ഒരുമിച്ച് മണ്ണിടാം. ഒന്ന് ഉടച്ചു കൊടുത്തേക്കാം. നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് നടാം. ഇതൊരു ഭംഗിയാ കാണാൻ, എന്തൊരു മണം. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പം ബന്ദി കൃഷി തുടങ്ങിയിട്ടുണ്ടാവും ഓണമായിട്ട് അല്ലേ? നിങ്ങളുടെ അടുത്തൊക്കെ ഉണ്ടെങ്കിൽ പറയണേ. അപ്പം നമുക്ക് ഇനി ഇവനെ മണ്ണിട്ട് ഉറപ്പിക്കണം. എല്ലാത്തിലും ഇങ്ങനെ കുറേ കൂടി വരുമ്പോൾ എന്ത് രസമായിരിക്കും അല്ലേ കാണാനായിട്ട്. ഒരെണ്ണമൊക്കെയായി. വെന്തിപ്പൂ ചൂടാത്ത ആരെങ്കിലും ഉണ്ടോ? ഞാനൊക്കെ ചൂടിയിട്ടുണ്ട് കേട്ടോ വെന്തിപ്പൂ, സ്കൂളിൽ പോകുമ്പോഴൊക്കെ. അന്നൊക്കെ നമ്മൾ ചൂടുന്നത് ഈ ചെവിയുടെ സൈഡിലാണ്. നല്ല മഞ്ഞ കളർ. ഇനി ഇതിൻ്റെ തന്നെ വേറൊരു മഞ്ഞുണ്ട്, ഓർക്കണ്ട. കഴിഞ്ഞ വർഷം ഞങ്ങളുടെ നാട്ടിൽ ബന്ദിയുടെ ഇതുണ്ടായിരുന്നേ. അന്ന് ഷീബയും സുധീഷിനും പിന്നെ ആരൊക്കെയായിരുന്നു, വേണുവിൻ്റെ നേതൃത്വത്തിലായിരുന്നു അത്, കുന്നുകര സഹകരണ ബാങ്കിൻ്റെ. പിന്നെ പ്രമീളയും സരിതയും മോനും പ്രമീളയുടെ മോനും എല്ലാവരും ഉണ്ടായിരുന്നു വീഡിയോ എടുക്കാനായിട്ട്. കുറേ വീഡിയോ ഒക്കെ അങ്ങനെ നമുക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം എല്ലാം ഒന്നും പോരുത് കേട്ടോ, എല്ലാം മുളച്ചു വരണേ. ഓക്കെ, എല്ലാം നട്ടു. മാറ്റി വയ്ക്കാം. അന്നകുട്ട ഒന്നും വന്ന് തിന്നരുതേ. മാറ്റി വയ്ക്കട്ടെ. പിന്നെ ഒരെണ്ണം കൂടി ഉണ്ടല്ലോ അതിൻ്റെ ഒരു സെറ്റ് കൂടി ഉണ്ട് തരാനായിട്ട്. അത് അങ്ങനത്തെ തന്നെ കുറേ ഇരിപ്പുണ്ടേ. പക്ഷെ മൊത്തം ഇവിടെ നാടൻ ഭാഷയിൽ പറയണമെങ്കിൽ കാട് പിടിച്ച് കിടക്കുക. ഇത് കണ്ടോ, എനിക്കൊന്നൊരു കഴിഞ്ഞ വർഷം എടുത്തതല്ലായിരിക്കും ഇത്. ഒന്ന് പറിച്ച് വൃത്തിയാക്കട്ടെ. ഇതെല്ലാം നമ്മുടെ പുല്ല്, അതെല്ലാം
നന്നായിട്ട് ഒന്ന് കുത്തി ഇളക്കട്ടെ. ഇതിൻ്റെ അടിയിലെ വേരുണ്ട് ഏതോ ഇതിൻ്റെ. വേറെ ചെടിയുടെ വേരുണ്ടെങ്കിൽ നമ്മുടെ ചെടികൾ വളർന്നു വരാനായിട്ട് ബുദ്ധിമുട്ടാണ്. നമ്മളത് ശരിക്കും ഇങ്ങനെ പിച്ചി പറിച്ചു കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ ആ ഇങ്ങനത്തെ സാധനം എടുത്തിട്ടേ അങ്ങെടുത്ത് കളയാതെ, ഇതായിരിക്കും നല്ലത്. ഇത് കുഴപ്പമില്ല, ഇതും കുഴപ്പമില്ല, ഇതും കുഴപ്പമില്ല, ഇതും കുഴപ്പമില്ല. അപ്പം നമ്മൾ റെഡി. ഇച്ചിരി കോഴിവെള്ളമുണ്ടേ, ആറാമിലൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ കോഴിവെള്ളം അങ്ങനെ ഉപയോഗിക്കാറുണ്ടോ ചെടിക്ക്? അതോ ചാണകമാണോ ഉപയോഗിക്കുന്നത്? അപ്പം ചാണകം കിട്ടാൻ പാടാണ്. ചിലപ്പോൾ ഓൺലൈനിൽ ഉണ്ടാവും കേട്ടോ, നോക്കിയിട്ടില്ല. ഓക്കെ, അപ്പോൾ റെഡിയാ. നമുക്ക് നടാം. സെയിം തന്നെയാണേ, സെയിം ട്രേ ആണ്. ഓരോന്നോരോന്നങ്ങ് വെച്ച് പോവാം. ഒന്ന് ഉടച്ചൊടച്ച് കൊടുത്തിട്ട് 1 2. നമ്മുടെ നാട്ടിലിപ്പോൾ ഇനിയിപ്പം ഞാറ്റിലൊക്കെ വരാറായല്ലോ അല്ലേ? കാരണം മഴ ടൈമല്ലേ. നിങ്ങളുടെ വീട്ടിലൊക്കെ ചെടികളുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്തൊക്കെയുണ്ട്, ബന്ദി ഉണ്ടോ, ബന്ദി നട്ടിട്ടുണ്ടോ, എന്തെങ്കിലും നടാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഒക്കെ ഒന്ന് കമൻറ്റ് വിടണേ. നിങ്ങൾ പറഞ്ഞില്ല ചേച്ചി നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരണ്ടെന്നൊക്കെ. നമുക്കറിയാവുന്ന ഭാഷയിൽ എക്സ്പ്ലെയിൻ ചെയ്യണം, അല്ലാണ്ട് ഇതിന് വേണ്ടിയിട്ടൊന്നും പഠിക്കുകയൊന്നുമില്ല. പിന്നെ എനിക്ക് ഇതൊക്കെ ഒന്ന് എല്ലാവരും കാണുവാണെങ്കിൽ നമുക്ക് ഇതിനൊക്കെ എന്തെങ്കിലും ഒരു ഹെൽപ്പ് കിട്ടിയാൽ നമ്മുടെ നാട്ടിലുള്ളവർക്ക് എന്തോരം പേരല്ലേ ആവശ്യമുള്ളൊരു ഹെൽപ്പ് ചെയ്യാലെന്നൊക്കെ അങ്ങനെ ഒരു മനസ്സിലൊരു എയിം ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പം ഒന്ന് താത്തി കൊടുക്കാം. കുറച്ച് മണ്ണിടണം. ശരിക്കും മണ്ണ് വേണമെന്നാണ് പറയണത്. എന്നാലാണ് അതിന് വളരാനായിട്ട് ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് നല്ല സന്തോഷമല്ലേ, അതുപോലെ നമ്മൾ ഈ ചെടികൾക്ക് മണ്ണും സൂര്യപ്രകാശവും വെള്ളവും വളവും അവർക്കും അത്യന്താപേക്ഷിതമാണ്. നമ്മൾ പണ്ട് സയൻസിലൊക്കെ പഠിച്ചിട്ടില്ലേ അല്ലേ? ചെടികൾ വളരാൻ എന്തൊക്കെ വേണം എന്നൊക്കെ ബൈഹാർട്ടാണ് പഠിച്ചിരിക്കുന്നത്, എന്തൊക്കെ വേണമെന്ന്. ഓക്കെ, അപ്പം അതും വൃത്തിയായി. ഇതിനകത്ത് ഇച്ചിരി മണ്ണോ. ഹാപ്പിയായോ നിങ്ങൾ? നിങ്ങൾ ഹാപ്പിയായോ? എടുത്ത് വെക്കട്ടെ. ഇനി 2 ചട്ടി കൂടി ഉണ്ട്. ഇതിന്റെ പേരറിയില്ല. ഇതും എഴുതിയിരിക്കുന്നത് പെറ്റൽസ് പ്ലാന്റ് എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. സാൽവിയ എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ ഈ പൂവ്, അതുകൊണ്ടാണ് വാങ്ങിച്ചത്. പിന്നെ വിലയും കുറവായിരുന്നു. വേണ്ട, അപ്പം നമുക്ക് ഏതിലെങ്കിലും ഒരെണ്ണത്തിൽ നടാം. എന്ത് നടത്തേ പറഞ്ഞ നീ എന്താ അവിടെ പോയി കിടക്കണേ? എന്തെങ്കിലും കാര്യം കാണണ്ടേ എന്നാ? തുടയ്ക്കല്ലേ. എന്നിട്ട് കുറച്ച് മണ്ണ് ഇളക്കട്ടെ. കുറച്ച് മണ്ണ് മാറ്റാം, കാരണം നല്ല മണ്ണുണ്ട്. എന്നിട്ട് കുറച്ച് കോഴിവളം അധികം വേണ്ടാന്നല്ലേ പറഞ്ഞ കോഴിവളം. എന്നിട്ട് നമ്മുടെ ഇതിനകത്ത് എനിക്കൊന്നൊരു 5 എണ്ണമൊക്കെ പോകും തോന്നുന്നുണ്ട്. ഒരെണ്ണം വെച്ച് നോക്കാം. ഒരെണ്ണം ഇവിടെ പോവും.
ഇവിടെ പോവും, ഒരെണ്ണം ഇവിടെയും പോവും. 1 2 3 4 ഇത്രേ പോവുള്ളൂ. അപ്പോൾ കുറച്ച് മണ്ണിട്ട് നമുക്ക് ഉറപ്പിക്കാം. റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് മാറ്റി വയ്ക്കാം കേട്ടോ. ഈ 2 എണ്ണേ ഉള്ളൂ. നമുക്ക് നമ്മൾ നേരത്തെ ഒരു ലൊബീലിയ നട്ടിട്ടുണ്ടായിരുന്നില്ലേ, അതിനകത്ത് ഇച്ചിരി സ്ഥലമുണ്ടേ, അതിനകത്ത് നടായത്. അവർക്കൊരു കൂട്ടാവട്ടെ. ലൊബീലിയ കുട്ടന്മാർ തന്നെ ഇരിക്കുക. അപ്പം ഒരു ലൊബീലിയയുടെ കൂടെ അതും പിന്നെ ഇത് 2 എണ്ണവും അവിടെ അങ്ങ് പോട്ടെ. ഹാപ്പി ആയോ? നിങ്ങൾ ഹാപ്പി ആണോ? ലൊബീലിയയുടെ കൂടെ ഹാപ്പി ആയോ? ഇച്ചിരി മണ്ണ് വേണമല്ലോ. ഈ മണ്ണിട്ട അവർ ഹാപ്പിയായി. അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ഒരു പെറ്റൂണിയ ഉണ്ട്, പിങ്ക് കളറാണ്, നന്നായിട്ട് പടരുന്നതാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഹാങ്ങിങ് ഇത് നടാം. അപ്പോൾ ഇതിന് ഹാങ് ചെയ്ത് കിടക്കുമല്ലോ. ഇതിനകത്ത് കുറച്ച് കരിയിലുണ്ട്, അതവിടെ കിടന്നോട്ടെ. തുടക്കട്ടെ. അതൊക്കെ പണ്ട് വാങ്ങിച്ച് വെച്ചേക്കണ ചട്ടികൾ അതൊക്കെ. ഓക്കെ, നമുക്ക് മണ്ണ് ഇറക്കട്ടെ. ഇത് മറ്റേ പെറ്റൂണിയ നന്നായിട്ട് സൈഡിൽ കൂടെ വരുമല്ലോ. ഇച്ചിരി വളമിടാം. ഇനി അതിനകത്ത് അധികം പോകും തോന്നില്ല, നോക്കട്ടെ എത്ര പോകുന്നു. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് മാറ്റി വരാം. ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3 പോകുള്ളൂ ഇതിനകത്ത്. അപ്പോൾ ഇടതൂർന്ന് വന്നോളും. ഓക്കെ, മണ്ണ് വേണം. ഓക്കെ, നമുക്ക് ഇവിടെ ഇരിക്കാം, കാരണം നനച്ചിട്ട് വേണം ഇങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട്. ഇനി അതുപോലെ തന്നെ ഒരു ചട്ടിയൂണി കിട്ടുകയാണെങ്കിൽ, പക്ഷെ നമുക്കിത് വേറൊരു രീതിയിൽ ചെയ്താലോ? വേറൊരു ഐഡിയ ഉണ്ട് എനിക്ക്. നോക്കട്ടെ, നടക്കുമെന്ന് നോക്കട്ടെ കേട്ടോ. ഞാനൊരു കുപ്പി എടുത്തുകൊണ്ട് വരട്ടെ. ഞാനേ ഒരു പുതിയ വിദ്യയിൽ നടാന്ന് വിചാരിച്ചു. നടക്കുമെന്ന് അറിയില്ല, വിജയിക്കുമെന്ന് അറിയില്ല. ഇതൊരു കുപ്പിയാണ്, പ്ലാസ്റ്റിക് കുപ്പിയാണ്. അപ്പം അതിൻ്റെ ഈ അടപ്പങ്ങെടുത്ത് കളഞ്ഞു. എന്നിട്ട് ഞാൻ ഇതിൽ കൂടെ ഈ ഒരു തൈ ഇറക്കി. പക്ഷെ ഒത്തിരി തൈ വലുതായതുകൊണ്ട് ഒരു ഇച്ചിരി ഒടിഞ്ഞു പോയിട്ടുണ്ട്. എന്നിട്ട് ഇനി നമ്മൾ ഇതിനകത്ത് മണ്ണ് നിറയ്ക്കുവാണേ. നോക്കട്ടെ, വിജയിക്കുമോ നോക്കട്ടെ. ഇങ്ങനെ തക്കാളി തൈയൊക്കെ നട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലെ. നോക്കട്ടെ കേട്ടോ. മണ്ണ് കുറവാണ്, ഈ മണ്ണ് ഇതിലേക്ക് എടുക്കാം. നമ്മുടെ മണ്ണ് കൂട്ടിനെന്ത് ഓക്കെ, ഇത്തിരി മണ്ണൊക്കെ നിറച്ച് നമുക്ക് നോക്കാം എന്തെങ്കിലും ഇങ്ങനെ വളരുമോ നോക്കട്ടെ. നമുക്കൊരു നട്ട് ഇത് വിജയിക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെയൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പം ഇവിടെയും കൂടി ഒരെണ്ണം നടണമെന്നുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കട്ടെ. ഞാനും ആദ്യമായിട്ടാട്ടോ. ഈ മണ്ണെടുത്ത് കളയണം കുറച്ച്. എന്നിട്ട് നമുക്ക് ഇതിൽ കൂടെ
ഇതിൽക്കൂടെ ഈ ഇല ഇതിനകത്തേക്ക് വെക്കണം. വെക്കുമ്പോൾ എല്ലാം അങ്ങ് കയറാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഇച്ചിരി കൂടി വലിയ ഹോൾ വേണമായിരുന്നു. നമ്മൾ പരാജയത്തിലൂടെയാണല്ലോ പഠിക്കുന്നത്. ഓക്കെ, അതങ്ങനെ വെച്ചു. അപ്പം നമുക്കതവിടെ മണ്ണവിടെ ഇരിക്കട്ടെ. ഇവിടെ ഒരെണ്ണം കൂടി ഉണ്ട്, അത് നോക്കാം. നമുക്ക് ഇങ്ങനെ കയറ്റി നോക്കട്ടെ. അത് എളുപ്പമായിരുന്നു കേട്ടോ. അതായിരുന്നു എളുപ്പമെന്ന് തോന്നുന്നു. ഓക്കെ, ഇനി നമുക്ക് മണ്ണിടാം. ഓക്കെ, മണ്ണിട്ട് വെച്ചു. ഇനി നമുക്ക് ഇതിൽ കൂടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും ചരട് കെട്ടണം. ഞാൻ എടുത്തുകൊണ്ട് വരട്ടെ കേട്ടോ. ഇതെല്ലാം പെട്ടെന്ന് തോന്നിയതാണേ. ഞാൻ എന്നിട്ടേ ഇങ്ങനെ ഒരു ഇതിനകത്ത് ആക്കിയല്ലോ, നിങ്ങൾ കണ്ടല്ലോ. എന്നിട്ടതേ ഒരു വയറിൻ്റെ കഷ്ണം എടുത്തിട്ട് ഞാൻ ഇതിൻ്റെ ഇവിടെ 2 സൈഡിലും ഹോൾ ഉണ്ടാക്കി. എന്നിട്ടത് ഇങ്ങനെ ആക്കി വെച്ച് ഇനി നമുക്ക് എവിടെയെങ്കിലും ഒന്ന് തൂക്കിയിടുന്നത്. എന്നിട്ട് നമുക്ക് നോക്കാം, എന്തെങ്കിലും കുറച്ചുകൂടി മണ്ണിട്ടൊന്ന് സെക്യൂർ ആക്കാം. അതിനെ കുറച്ചും കൂടി ഇത് വിജയിക്കുകയാണെങ്കിൽ നമുക്ക് പല സ്ഥലങ്ങളിലും നടാം ഇങ്ങനെ കേട്ടോ. അപ്പം നമുക്ക് ചട്ടിയൊന്നും വേണ്ട, ഇങ്ങനെ തന്നെ ശരിയാവും. ഇത് എവിടെ ഇനി തൂക്കിയിടണമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഒരു സ്ഥലം വേണമല്ലോ തൂക്കിയിടാനായിട്ട്. നോക്കട്ടെ, നമുക്ക് ഇവിടെ ഒന്ന് തൂക്കിയിട്ടാലോ. ആ ശബ്ദവും അതെല്ലാം കൂടി അവിടെ കിടക്കട്ടെ കേട്ടോ. ഒരെണ്ണം പിടിച്ചു കിട്ടുമെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. മറ്റേ രണ്ടും ഓക്കെ ആയിരിക്കും. നോക്കാം, അതിൽ നിന്ന് വരുമെന്ന് നോക്കാം. ഓരോ പുതിയ ഐഡിയാസ് നമുക്ക് കൊണ്ടുവരാമല്ലോ. നമുക്ക് വലിയ പൈസ ചിലവൊന്നും ഇല്ലാത്തതല്ലേ. അപ്പോൾ എല്ലാം കഴിഞ്ഞു. ഇനി ഇവിടെ ഒന്ന് വൃത്തിയാക്കിയാൽ മതി. അപ്പം നമുക്ക് വെള്ളം തളിക്കണം. വെള്ളം തളിക്കാനായിട്ട് ഞാൻ വേറൊരു ഐഡിയയും കൂടി കൊണ്ടുവരാണ് നിങ്ങളുടെ മുൻപിലേക്ക്. ഞാനൊരു 2-3 ദിവസം മുൻപ് പച്ചക്കറികളും ഫ്രൂട്ട്സും മാത്രം ഇട്ട് വെച്ചിരിക്കുന്നതാണ് ഇതിനകത്ത്. കാണിച്ചു തരാം. അതെ, വേണ്ട, അതെ ഇത്. എന്നിട്ട് അതിനകത്ത് ഞാൻ വെള്ളം നിറച്ച് വെച്ചു. ഇനി നമുക്ക് ഒരു കോലെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇളക്കി ഇപ്പോൾ ഇതിൻ്റെ ഈ ജലത്തിന് നല്ല ചെടികൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാലോ. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്യണം. വെള്ളം ആഡ് ചെയ്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് എടുത്തിട്ട് അതിലും വെള്ളം ആഡ് ചെയ്യണം. കാരണം നമുക്ക് ഒരുപാട് ഹെവി ആയിട്ട് നമ്മൾ ഒഴിക്കാൻ പാടില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാത്രത്തിലേക്ക് ഞാനിത് മാറ്റുന്നു, വെള്ളം മാറ്റുന്നു. എന്നിട്ട് നമുക്ക് ഡൈല്യൂട്ട് ചെയ്യണം. ഞാൻ അതിൻ്റെ പാത്രം എവിടെയാന്ന് നോക്കട്ടെ. കാരണം നീ ഒന്ന് മാറിയിടാം, ഒന്ന് തട്ടിയിടരുതിട്ടാ. തട്ടിയിടില്ലേ പ്ലീസ്, തട്ടിയിടില്ലേ. കുറച്ച് വെള്ളം ഉണ്ടായിരുന്നേ. പക്ഷെ ഞാൻ ഇവരൊന്നും മാറ്റിയിട്ട്, അല്ലെങ്കിൽ അവൻ സമ്മതിക്കില്ല. കാരണം നീ ഒന്ന് വീട്ടിലേക്ക് പോകാൻ വേണ്ട, അമ്മ ഇതൊന്ന് ശരിയാക്കട്ടെ. അല്ലെങ്കിൽ നീ അത് വന്നേ കുടിക്കുകയും മണക്കുകയൊക്കെ ചെയ്യും. വാ കൊടുവാ, അമ്മ കൊണ്ടേ വീട്ടിലാക്കിയിട്ട് വരാം കേട്ടോ. ഞാനേ അവനെ വീട്ടിലാക്കി, അല്ലെങ്കിൽ അവൻ സമ്മതിക്കില്ല. എടുത്ത് വെക്കാം, നമുക്ക് എന്തെങ്കിലുമൊക്കെ നടാനായിട്ട് ആവശ്യം വരുവേ. എന്നിട്ട് നമുക്ക് ഇതിപ്പോൾ ഇത് നമ്മൾ ഈ ചെടിയൊക്കെ നനയ്ക്കണ ഒരു ഇതാണല്ലോ. ഇതിനകത്തേക്ക് ഇതിൽ നിന്ന് കുറച്ച് ഒഴിക്കുന്നു. എന്നിട്ട് ഞാൻ ഡൈല്യൂട്ട് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് ചെടികൾക്ക് ഒഴിക്കാം. നിങ്ങളിങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? ചെയ്യണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഇതിപ്പോൾ നല്ല ഹാർഡല്ലേ ഇത്, ഇത്രയും പാടില്ലല്ലോ. നമ്മളിന്ന് കുറച്ച് എടുത്തിട്ട് ഇതിനകത്തേക്ക് ഒഴിക്കുന്നു. നല്ല മണമൊക്കെ ഉണ്ട്. ഇത് നല്ല പോഷകം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെടികൾക്കുള്ള പോഷകം ഇതിനകത്തുണ്ടെന്നാ പറയണേ. എന്നിട്ട് ഇതിൻ്റെ ഈ വേസ്റ്റ് വരുന്ന ഇതും നമുക്ക് ചെടികളുടെയൊക്കെ അടിയിൽ നമ്മൾ പാവൂല്ലേ, അതിൻ്റെ അടിയിലിടാന്നു. കുറച്ചുകൂടി കഴിക്കും. ഇത് കറക്റ്റ് അളവൊക്കെ കാണും കേട്ടോ. അളവൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ചിലപ്പോൾ 250 1 ലിറ്റർ അങ്ങനെയൊക്കെ ഉണ്ടാവുമായിരിക്കും. അതൊന്നും ചേച്ചിക്ക് അറിയില്ല. ഞാനിപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ഒഴിക്കുന്നു. ഞാനിനി നമ്മുടെ വെള്ളം ഡൈല്യൂട്ട് ചെയ്യുന്നു. ഡൈല്യൂട്ട് ചെയ്യാനായിട്ട് വെള്ളമൊക്കെ നമുക്കിവിടെ ഉണ്ടല്ലോ. ഓസ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. കുറച്ച് ഒഴിക്കുള്ളേ.
അത് ഡൈലൂട്ട് ആവട്ടെ. എന്നിട്ട് കുറേശ്ശെ ഒഴിച്ചാൽ മതി, കൂടുതൽ ഒഴിച്ചാൽ ചിലപ്പോൾ ബുദ്ധിമുട്ട് വരും. അത് അവിടെ ആവണ സമയത്ത് ഞാനേ എടുത്ത് മാറ്റിട്ട് എന്നിട്ട് ആ ഒരു പയറ് നട്ടില്ലേ, അതിന് ഒരു ഇത് വേണം, ഒരു ചെറിയൊരു കോല് വേണം അതിന്. എന്നാലും നമ്മുടെ വെളുത്തുള്ളി പ്രാവശ്യത്തെ ചീറ്റിപ്പോയി, അത് കുഴപ്പമില്ല. എല്ലാം നമുക്ക് വിജയിക്കില്ലല്ലോ. ഇതൊന്ന് മാറ്റി വയ്ക്കാം. വെളുത്തുള്ളിയുടെ ചിലപ്പോൾ ഇനി പാകം കഴിഞ്ഞിട്ടാണോ എന്താണെന്നറിയില്ല, സാരില്ല, അതിനി പാകം ആയിട്ടില്ലേന്നറിയില്ല. പക്ഷെ നമുക്കതിനൊരു ചെറിയൊരു കോല് വേണം. ഇത് തന്നെയെന്ന് വെച്ചാലോ, വെച്ചിട്ടെ ഏതൊരു പയറ് ഉണ്ടോ കാണാൻ പറ്റണ്ടോ നമുക്ക്? ഇത്ര കാണാൻ പറ്റണ്ട അല്ലേ? ഓക്കെ, അതവിടെ കിടക്കട്ടെ. ഇതൊക്കെ നോക്കട്ടെ. കുറച്ചുകൂടി ആയിക്കോട്ടെ, കാരണം ഒരുപാട് പിന്നെ ഹാർഡായിട്ട് ചെടികൾക്ക് പാടില്ലല്ലോ. അത് അരയിൽ കൂടുതലായിട്ടുണ്ട്, നിർത്തുവാണ്. എൻ്റെ കുട്ടിയൊന്നും പോലെ എന്നിട്ട് നമുക്ക് ഇതിങ്ങനെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് മതി ഇത്. നമ്മളിനി ശരിക്കുള്ള വെള്ളം ഒഴിക്കുമല്ലോ. മറ്റേ പാവിയേക്കണേന്ന് അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. ചിലപ്പോൾ ഇത് ഈ ഇലയമൊക്കെ ഒഴിച്ചാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടില്ല, അപ്പോൾ കടക്കി ഒഴിക്കാം. നമ്മുടെ ബ്ലൂബെറിക്കൊക്കെ ചെയ്യുന്നോട്ടെ. ഇതിനും അതുപോലെ തന്നെ ഇവിടെ ഒരു റോസ് ഉണ്ട്. റോസിന് വേറൊരു മരുന്ന് ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ, ഒന്ന് നിങ്ങളെ കാണിച്ചു തരാമേ. ഇവിടെ കുറച്ച് ചെടികളുണ്ട് ചേച്ചിക്ക്. നമ്മുടെ വഴുതനങ്ങയൊക്കെ ഓർക്കണ്ടോ? എന്നിട്ട് ആര്യ കുട്ടന്മാരൊക്കെ ഇവിടെയാ. പൂവായിട്ടില്ലല്ലോ, പൂവാകുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇനി ഇവിടെ നമ്മൾ എന്തൊക്കെയോ നട്ടിട്ടുണ്ട്, അത് കുറച്ച് പോട്ടെ. പിന്നെ നമ്മുടെ ലൊബീലിയ കുട്ടന്മാർ, പിന്നെ നമ്മുടെ തക്കാളിക്കുട്ടൻ, നമ്മുടെ സൂര്യകാന്തി. എനിക്കൊന്ന് കുറച്ചുകൂടി എടുക്കട്ടെ ചേച്ചി, പോരാത് അങ്ങോട്ടേക്ക് അങ്ങേ അറ്റത്തേക്ക് എത്തിയിട്ടില്ല. ഇതൊന്ന് അടച്ചു വെക്കണേ, അല്ലെങ്കിൽ ഇതിന് ഭയങ്കര ഈച്ചയൊക്കെ ആർക്കുവേ. എന്നിട്ടിനി വെള്ളം നിറയ്ക്കട്ടെ. അപ്പുറത്തൊക്കെ ഇംഗ്ലീഷ് വീട്ടുകാർ അവരൊക്കെ ഗാർഡനിലാണ്, നമുക്ക് കേൾക്കാൻ പറ്റും ശബ്ദമൊക്കെ. സമ്മർ ആയി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഗാർഡനിൽ വന്ന് വിശ്രമിക്കുകയും അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുകയും ഒക്കെ അവർക്ക് പിന്നെ വിനോദമാണ്. നമുക്ക് കേട്ടോ, കാരണം ഇവിടെ ആകെയുള്ളൊരു എൻജോയ്മെൻ്റാണ് ഈ സമ്മർ. കറക്റ്റ് 6 മാസം നമുക്ക് കിട്ടുള്ളൂ. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യും. കാരണം അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഈ ഡ്യൂട്ടിയും കാര്യങ്ങളും സ്ട്രെസ്സും ഒക്കെ ആണല്ലോ എല്ലാവർക്കും. അങ്ങനെ ഓക്കെ, അധികം എടുത്തില്ലല്ലോ, അത് മതിയായിരിക്കും. ഇവിടെ ഒന്ന് നനയ്ക്കട്ടെ. ഇവിടെ ഇച്ചിരി സ്ട്രോബെറി ഉണ്ട്, പിന്നെ ഒരു മുളക് തൈ ഉണ്ടായിരുന്നു, ഇത്തിരി കൊടുക്കാം. ഞാൻ നേരത്തെ കാണിച്ചു തരണം. ഇവിടെ 10 മണിക്ക് ചിലപ്പം കേൾക്കുമായിരിക്കും. പിന്നെ നമ്മുടെ ലാവൻഡർ, പിന്നെ നമ്മുടെ കുറച്ച് പെറ്റൂണിയ ഞാൻ ഇപ്പുറത്ത് നട്ടിട്ടുണ്ടായിരുന്നേ, അതിനും ഇരിക്കാം. പിന്നെ മുന്തിരിയുണ്ട്. നിങ്ങൾ ബോറടിച്ചോ? നിങ്ങൾ ബോറടിച്ചില്ല എന്ന് കരുതുന്നു. അത്രയൊക്കെ ഉള്ളൂ. ഇതിനൊഴിച്ചില്ലല്ലോ. ഇത് നമ്മുടെ ഇവിടെ ഒരു ലൊബീലിയ നേരത്തെ നട്ടത് ഓർക്കണ്ടോ? അതും ഇവിടെ ഉണ്ട് ഒരെണ്ണം ചെറുത്. കുറച്ച് പോട്ടെ. കുറച്ച്
പോയി. ഇവിടെ വേറൊരെണ്ണം ഇല്ലേ, നമ്മൾ നേരത്തെ നട്ടത് ഇവിടെ ഒരെണ്ണമുണ്ട്. ഇനി കുറച്ച് മതി. ഇനി നമ്മുടെ ചെറുക്കുട്ടിനൊക്കെ പൊക്കോട്ടെ ബാക്കിയുള്ളത്. ഇനി നമ്മൾ ശരിക്കും നനയ്ക്കാം കേട്ടോ. ഒന്ന് ഓസ് എടുക്കട്ടെ ചേച്ചി. ഇവിടെ നമ്മൾ ഇന്ന് നട്ടില്ലേ, നട്ടി ഒന്ന് നനയ്ക്കുവാണേ. നാട്ടിൽ മഴയുണ്ടോ? ആരെങ്കിലും മല്ലി സ്റ്റാർട്ട് ചെയ്തോ? ഞാൻ ഇത്രയൊക്കെ വീഡിയോ ഇട്ടിട്ട് നിങ്ങൾ ആരെങ്കിലും മല്ലിയുടെ കൃഷി സ്റ്റാർട്ട് ചെയ്തോ? ഞാൻ ടീനയുടെ വീട്ടിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ടീനക്കുട്ടി അതിനകത്ത് വെള്ളം ഒഴിക്കണം കേട്ടോ. ചേച്ചി പിന്നെ അങ്ങനെ വരാൻ പറ്റിയില്ല, ടീനക്ക് ഡ്യൂട്ടിയാ. നമ്മുടെ അവർക്കൊക്കെ ഇച്ചിരി വെള്ളം കൊടുത്തേക്കാം. അവിടെ ഒരു ബ്ലൂബെറി ഉണ്ട്, പക്ഷെ അത് പൂത്തിട്ടില്ല. നാളെ പക്ഷിക്ക് നമ്മൾ ഇതിട്ട് കൊടുത്തില്ല, അതെല്ലാം തീർന്നു. ഇനി പക്ഷിയുടെ ഇത് വാങ്ങിച്ചിട്ട് വേണം തീറ്റിട്ട് കൊടുക്കാനായിട്ട്. ഒരു ദിവസം ഇടുമ്പം നിങ്ങളെ കൂടി കാണിക്കാം കേട്ടോ. ഇതൊരു പൊട്ടറ്റോ ആണെന്ന് തോന്നുന്നത്, എന്തൊക്കെ മുളച്ചു വരും. ഞാൻ ഇതൊരു എല്ലാം പലവക നടുന്ന ഒരു വലിയൊരു കണ്ടെയ്നർ അത്. ഇത് നമ്മുടെ ലൊബീലിയയും നിന്ന് നട്ടില്ലേ കുറച്ച് സ്ട്രോബെറി കുട്ടന്മാരും. പിന്നെ പുതിയ പൂവെന്ന് കാണിച്ചത്. പിന്നെ നമ്മുടെ മുളക് തൈ ഒരെണ്ണേ ഉള്ളൂ. മുളക് തൈ പ്രാവശ്യം ഞാൻ കുറേ തരികൾ നട്ടിട്ടുണ്ട്, നമ്മുടെ ഈ വീട്ടിലെ തരികളെ. ഇങ്ങോട്ട് പോരട്ടെ ഓസേ. പതുക്കെ ക്യാമറ ഒന്ന് മറിഞ്ഞു പോയി മക്കളെ. ഓക്കെ ഓക്കെ കേട്ടോ. ഞാൻ ഈ ഓസ് വലിച്ചപ്പോഴേ ഇനി അവിടെ മുന്തിരിക്ക് ഇത്തിരി ഒഴിക്കാനുണ്ട്. ഇത്തിരി കൂടുതൽ ഒഴിക്കണം മുന്തിരിക്ക്. അപ്പോൾ അത് ഞാൻ ഈ ഇതിനകത്ത് എടുത്ത് വെച്ചിട്ട് കൊണ്ടുപോയി ഒഴിക്കാം. അപ്പോൾ ഇത് ഞാൻ ഇനി ഇങ്ങനെ തന്നെ വെക്കുവാണേ. കാരണം നമുക്ക് 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് വേറെ ഏതെങ്കിലും ചെടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒഴിക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ പിശടില്ലേ, ഉണ്ടാവും. വെള്ളം കുടിക്കാൻ വന്നിരിക്കുക. നിനക്ക് വെള്ളം വേണോ? നന്നാ വേണോ? ഇവിടെ ഇരിക്കും. അങ്ങനെയാണോ അമ്മ തരാറ്? ഇങ്ങോട്ട് വാ, ഇവിടെ വന്നിരിക്കും. അമ്മ തരാം. എന്നാ നീ വെള്ളം കുടിക്കാനാണ്. എന്നാ കുടിച്ചോ. എന്താ കണ്ണാ നിന്റെ ഒരു കാര്യം. എന്തിനെങ്ങനെ വെള്ളം കുടിക്കണേ? ഇനി അത്ര തരുള്ളൂ അമ്മ. പൊക്കോ വയറുവേന എടുക്കും. പൊക്കോ അങ്ങോട്ട് പൊക്കോ. ഈ വീട്ടിലേക്ക് വിളിക്കണം എല്ലാവരും. ഗോ ഗോ ഗോ. ഞാൻ എടുത്തു വെക്കുവാണ് കേട്ടോ. നാളെ 2 ദിവസം കഴിയുമ്പോൾ നമുക്ക് എന്തിനെങ്കിലും ഉപയോഗിക്കാം. നിങ്ങളൊക്കെ മണ്ണായിടാ. വേണ്ട നീ വെള്ളം കുടിച്ചിട്ട് വയറുവേന എടുക്കും. ഞാൻ വേറൊരു സാധനം കൂടി നിങ്ങളെ കാണിക്കാം കേട്ടോ. എന്തായാലും ഇത്രയും കാണിച്ചില്ലേ ചേച്ചി. നമ്മുടെ റോസില്ലേ, ഞാൻ റോസിന് ചെയ്യുന്നത് ഈ നമ്മുടെ ചായപ്പൊടിയും മുട്ടയുടെ ഷെല്ലില്ലേ അത് ഉണക്കിയിട്ട് പൊടിച്ചെടുക്കണം. അല്ലെങ്കിൽ അത് ഇതാവില്ല, എന്താ പറയുക, അബ്സോർബ് ആവില്ല വെള്ളത്തിൽ. ഇതിപ്പോൾ ഇത് ഒന്നുകൂടി ഉണങ്ങാനുണ്ട്. ഇത് കണ്ടോ, അത് ഒരു പൊടിച്ചൊരു കുപ്പിയിലിട്ട് വെച്ചിട്ട് നമ്മൾ ഒരു 6 മാസമൊക്കെ കൂടുമ്പോൾ റോസിനിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ചെയ്യണ്ടോയെന്നറിയില്ല. എന്തായാലും ഉണക്കാൻ വെച്ചിരിക്കുവാണത്. ഉണങ്ങി കഴിയുമ്പോൾ ഞാനത് പൊടിച്ചെടുക്കും. ഞാനതിൽ ഓസിൽ വെള്ളം നിർത്തട്ടെ കേട്ടോ. ഇനി കുടിക്കാനായിട്ട് വെള്ളം തരണില്ല കേട്ടോ. അതെനിക്ക് വയറ് വേനെടുക്കും മോനെ, അതുകൊണ്ടല്ലേ. പിന്നെ എവിടെയൊക്കെ പോയേ നടക്കാനായിട്ട്? താറാവൂട്ടന്മാരൊക്കെ ഉണ്ടോ? ആരെയൊക്കെ കണ്ടത്? ഏത് സൈഡിൽ കൂടെ പോയേ നീ? ഇല്ല, വെള്ളമില്ല. പൊക്കോ, അകത്തേക്ക് കയറി പോയേ. വെള്ളം കുടിക്കാൻ വന്നേക്കണ ഒരു ആശാൻ. കിടക്കട്ടെ കേട്ടോ.
ഞാനേ ആ മുന്തിരിക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പോരാ കേട്ടോ, എന്നിട്ട് സംസാരിക്കാൻ ബാക്കി. കയറിപ്പോയാ കണ്ണാ, ഒന്ന് കയറിപ്പോയേ, ഒന്ന് കയറിപ്പോയേ. അയ്യോ, നിങ്ങൾ തന്നെ ആയിപ്പോയോ? ഞാൻ മറന്നുപോയി. ഞാൻ അവിടുന്ന് എല്ലാത്തിലും അപ്പുറത്തുള്ളതിനൊക്കെ വെള്ളമൊഴിച്ചു. അപ്പം ഞാൻ മറന്നുപോയി ക്യാമറ ഓണാന്ന്. ഇവനും വന്ന എൻ്റെ കൂടെ. ഓക്കെ, എല്ലാം കഴിഞ്ഞിന്നത്തെ കേട്ടോ. ഇവിടെ ഒന്ന് വൃത്തിയാക്കിയാൽ മതി. ഞാൻ നേരത്തെ പറയാൻ വന്നതേ, നമ്മളിപ്പം സ്കൂളൊക്കെ തുറക്കണ സമയമാണല്ലോ, തുറന്നല്ലോ ഇപ്പം. അപ്പം നമ്മുടെയൊക്കെ സ്കൂൾ കാലഘട്ടങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുമായിരുന്നു കുറേ. ഒന്നിരിക്കട്ടെ, ഒരു മിനിറ്റ് ഇരുന്നോട്ടെ അമ്മ. ഒരു ചെയർ കൊണ്ടുവന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇരിക്കാം. ആ ക്യാമറ തട്ടിക്കളയില്ലേട്ടോ കണ്ണാ. ഇന്ന് ഇവിടെ വന്നിരിക്കാം, അമ്മയുടെ അടുത്ത് വന്നിരിക്കും. വാ വാ, ഇവിടെ വന്നിരുന്നോ, ഇവിടെ ഇരുന്നോ, ഇവിടെ ഇരുന്നോ, വാ, ഇവിടെ വന്നിരുന്ന അമ്മയുടെ അടുത്ത് വന്നിരുന്നോ, ഇരിക്കും. വാ, ഞങ്ങളുടെ സ്കൂളിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടായിരുന്നു. ഇരിക്കും, ഇരിക്കും. ഓക്കെ, അവിടെ ഇരുന്നോ കേട്ടോ. അത് നമ്മൾ സ്കൂൾ തുറക്കുന്ന സമയത്തെ ജൂൺ മാസത്തിൽ ആ സമയമാകുമ്പോഴത്തേക്കും നമ്മൾ എന്തൊക്കെ സാധനങ്ങളല്ലേ മേടിക്കാനായിട്ട് നമുക്ക് ആഗ്രഹം. പക്ഷെ എല്ലാം മേടിക്കാനായിട്ട് പറ്റാറില്ല. നമ്മൾ മിക്കപ്പോഴും പുസ്തകങ്ങൾ പുതിയത് വാങ്ങിക്കാതിരിക്കാനായിട്ട് നമ്മൾ ഇപ്പം 9ലേക്കാണ് നമ്മൾ ജയിക്കണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം 9 പഠിച്ച ആരുടെയെങ്കിലും പുസ്തകങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു വെക്കും അല്ലേ. എന്നിട്ട് ആ പുസ്തകങ്ങൾ നേരത്തെ മേടിച്ചുകൊണ്ടെന്ന് അത് നമ്മൾ നല്ല ഭംഗിയായ മറ്റേ ബ്രൗൺ കളറിലുള്ള പൊതിയണ ഇതൊക്കെ വാങ്ങിച്ചിട്ട് നല്ല ഭംഗിയായിട്ട് എഴുതി വെക്കും. ചിലപ്പോൾ എല്ലാം കിട്ടില്ല, അപ്പോൾ ബാക്കിയുള്ളത് നമ്മൾ ലിസ്റ്റ് എഴുതി വെക്കും എന്തൊക്കെയാണ്. പിന്നെ നോട്ട് ബുക്കുകൾ എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യത്തെ ദിവസം ക്ലാസ്സിൽ ചെന്ന് കഴിയുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. ഒറ്റവര ഇട്ട 4 എണ്ണം, ഇരട്ടവര ഇട്ട 4 എണ്ണം, പിന്നെ 4 വര ഇട്ട 4 എണ്ണം, പ്ലെയിൻ അത് കണക്ക് എഴുതാനായിട്ട് അതൊരു 2 എണ്ണം. പിന്നെ അതായിരുന്നു, ഇത്രയായിരുന്നത് എൻ്റെ ഓർമ്മ കേട്ടോ. പിന്നെ ഡ്രോയിങ്ങിന് 1 എണ്ണം, ക്രാഫ്റ്റിന് നമ്മൾ വേറെ ബുക്ക് മേടിക്കാറുണ്ടായിരുന്നു, ഓർക്കുന്നില്ല. അതെല്ലാം നമ്മൾ ലിസ്റ്റ് എഴുതിയിട്ട് നമ്മൾ ഞങ്ങളുടെയൊക്കെ സ്കൂളിൽ സ്റ്റോർ ഉണ്ടായിരുന്നു. സ്റ്റോറിൽ പോയി നമ്മളിങ്ങനെ ക്യൂ നിൽക്കണം, ഭയങ്കര തിരക്കായിരിക്കും ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് വില കുറവുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് മറ്റേ ബ്രൗൺ പേപ്പറും ഒക്കെ വാങ്ങിച്ച് ഇതെല്ലാം ഒന്ന് പൊതിയുന്നത് തന്നെ എന്തൊരു രസം. പക്ഷെ അന്ന് നമുക്ക് രസമൊന്നുമില്ല കേട്ടോ. അന്ന് നമുക്കത് ഇതൊക്കെ പൊതിയണമല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്നത്. ഇതൊക്കെ പൊതിഞ്ഞ് നല്ല ഭംഗിയായിട്ട് പേരൊക്കെ എഴുതി, പേരെഴുതാനായിട്ട് ഒരു ലേബൽ മേടിക്കും നമ്മൾ. ആ ലേബലിലാണ് നമ്മൾ പേരെഴുതുന്നത് അല്ലേ. പേരൊക്കെ എഴുതി നമുക്കൊരു ബാഗ് ഉണ്ടെന്ന്. ആ ബാഗിൽ ടൈം ടേബിൾ എഴുതുന്ന ഓർക്കുന്നുണ്ടോ? നമ്മൾ ചെരിച്ചെഴുതും ടൈം ടേബിൾ. കണക്ക്, മലയാളം, സോഷ്യൽ സ്റ്റഡീസ്, സയൻസ്, മലയാളം സെക്കൻഡ്, ഇംഗ്ലീഷ്, കണക്ക്, പിന്നത്തെ ദിവസം അങ്ങനെ നമ്മൾ ചെരിച്ചെഴുതുന്ന ഒരു ഇത് ഓർക്കുന്നില്ലേ നമ്മുടെ ടൈം ടേബിൾ? അതനുസരിച്ചിട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. ആ ഒരു ഇതൊക്കെ ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ഓർക്കുമായിരുന്നേ. എല്ലാം കൂടിയും പറയുന്നില്ല, ഞാനിപ്പോൾ ഇത് മാത്രമേ പറയുന്നുള്ളൂ. നമ്മളെ ബുക്സ് വാങ്ങിക്കുന്നതും പുസ്തകങ്ങൾ വാങ്ങിക്കുന്നതും നമ്മൾ ടൈം ടേബിൾ എഴുതുന്നതും ഒരു ബാഗ്, എനിക്കൊരു കൊട്ട ബാഗായിരുന്നു. ആ കൊട്ട ബാഗിനകത്താണ് ഇതെല്ലാം ആക്കിക്കൊണ്ട് പോകുന്നത്. അത് ചില സമയത്ത് നമ്മൾ എടുത്തു വെച്ചു എന്ന് കരുതിയിട്ട് ചിലപ്പോൾ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ചിലപ്പം സാറ് ചോദിക്കുമ്പോൾ ചിലപ്പോൾ കാണില്ല. അപ്പോഴത്തേക്കും ആകെ പാനിക്കാവും. അതൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മ വന്നു. ഓരോന്നായിട്ട് പറയാം. ഇപ്പം ഞാൻ അതിനെപ്പറ്റി മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങൾക്കും അതിനെപ്പറ്റി എന്തെങ്കിലും ഓർമ്മകളുണ്ടോ? നിങ്ങളെല്ലാവരും സ്കൂളിൻ്റെ സ്റ്റോറിൽ നിന്നാണോ വാങ്ങിച്ചിരുന്നത്, അതോ വേറെ കടകളിൽ നിന്നാണോ വാങ്ങിച്ചിരുന്നത്? ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നോ നിങ്ങൾ വാങ്ങിച്ചിരുന്നത്? എനിക്കൊന്നും ഞാൻ 83 ബാച്ചാണ് SSLC. എൻ്റെ കൂടെ പഠിച്ച ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ട്. 83 ഒരു 90 വരെ ചിലപ്പോൾ ഇതുപോലെയൊക്കെ തന്നെയായിരിക്കും അല്ലേ. 90 കഴിഞ്ഞിട്ട് ചിലപ്പോൾ കുറച്ച് വ്യത്യാസമൊക്കെ കാണുമായിരിക്കും. എന്തായാലും ഒന്ന് പറയണമെന്ന് തോന്നി, അങ്ങനെ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്തു, കുറേ സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്തു. ഇതൊക്കെ പിടിക്കുമെന്ന് കരുതുന്നു. നമ്മുടെ കുപ്പിയുടെ നമുക്ക് നോക്കാം എങ്ങനെയാന്ന്. ഇനി അടുത്ത പ്രാവശ്യം ഒരു തക്കാളി തൈ നമുക്ക് എവിടെ നിന്നും കിട്ടുകയാണെങ്കിൽ തക്കാളി തൈ ഇതുപോലെ ചെയ്താൽ നല്ലതാന്ന് പറയുന്നുണ്ട്. ഇത് പിടിച്ചു കിട്ടുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, കാരണം അത് ഇച്ചിരി വലിയ തൈയായിരുന്നു. ചെറിയ തൈയായിട്ടാണ് അതിനകത്ത് വെക്കേണ്ടത്. എല്ലാം പരീക്ഷണങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ലെറ്റൂസ് നിങ്ങൾക്ക് വിത്ത് കിട്ടുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ. UK യിലുള്ളവർക്കും ട്രൈ ചെയ്യാം, നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ മല്ലിയിലയും നിങ്ങൾ ട്രൈ ചെയ്യണം. മല്ലിയില ഉണ്ടാവാനായിട്ട് ഒരുപാടുമില്ല. ഞാനിപ്പോൾ ഇന്നൊരു പുതിയ രീതിയിൽ കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് നോക്കാം കേട്ടോ. ഇനി എനിക്ക് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കണം. ഇവിടെ ഈ ടേബിളൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട്
പറ്റുകയാണെങ്കിൽ ഇവിടെ വന്നിരുന്നിട്ട് ഇച്ചിരി നേരമൊക്കെ ഒന്ന് ഇരിക്കണം. അതാണ് ഇന്നത്തെ ഒരു ഇത്. ഇന്ന് ഓഫാണ്. ഇന്ന് റാണിയും ഫാമിലിയും ഇങ്ങോട്ട് വരുന്നുണ്ട്. ടീനയ്ക്ക് ഇന്ന് നൈറ്റ് ഡ്യൂട്ടിയാണ്, അപ്പോൾ ടീന ഇല്ല. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. അതോടൊപ്പം എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് എല്ലാവരോടും ചേച്ചിയുടെ ഹൃദയത്തിൽ തട്ടി സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഒരുപാട് നന്ദി പറയുകയാണ്. എൻ്റെ ലോങ് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സമയം ഉണ്ടെങ്കിൽ ഒന്ന് കാണുക. വാച്ചിങ് അവേഴ്സും കൊണ്ടും കൂടി സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞാൻ ആ പുസ്തകത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു വന്നപ്പോഴേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, നമുക്കിവിടെ ഒരു ചെറിയൊരു ചാരിറ്റി ഉള്ളത്, മദേഴ്സ് ചാരിറ്റി. വലിയ ചാരിറ്റി ഒന്നുമല്ല, ചെറുതാണ്. അപ്പോൾ അതിലൂടെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്രാവശ്യവും നമ്മുടെ ജി വേണുഗോപാൽ സാറിൻ്റെ റിക്വസ്റ്റ് അനുസരിച്ച് ആദിവാസികളുടെ ഇടയിലുള്ള ഒരു സ്കൂളിലേക്ക് കുറച്ച് പഠനോപകരണങ്ങൾ കൊടുക്കാനായിട്ട് നമ്മളും കൂടി സപ്പോർട്ട് ചെയ്തു. പുസ്തകങ്ങളും ബാഗും എല്ലാം സാറും വേണുഗോപാൽ സാറിൻ്റെ ഒരു സംഘടനയുണ്ട് അവിടെ, സസ്നേഹം എന്ന് പറഞ്ഞിട്ട്, അതിലൂടെയാണ് ചെയ്തത്. അപ്പം നമ്മളും ഇവിടെ നിന്ന് സപ്പോർട്ട് ചെയ്തിരുന്നു. വലിയ സന്തോഷമായി. പിന്നെ അതുപോലെ തന്നെ വേറെ കുറച്ച് കുട്ടികൾക്കും പുസ്തകങ്ങളും ബാഗും കൊടയും ഇതൊക്കെ വാങ്ങിക്കാനായിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റി. ഇപ്പോഴും കുറച്ച് റിക്വസ്റ്റ് വന്നിരിക്കുന്നുണ്ട്. നമുക്കത് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഏതെങ്കിലും രീതിയിൽ കൂടെ ചെയ്യാൻ പറ്റുമെന്ന് കരുതുന്നു. ഇനി നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ, ഒരുപാട് വലിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കൊടയോ അല്ലെങ്കിൽ ബാഗോ അങ്ങനത്തെ എന്തെങ്കിലും ഇനി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ദയവായിട്ട് പറയൂ കേട്ടോ. നമുക്ക് സ്ലോലി ആണെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും അടുത്ത ആഴ്ച നല്ലതാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ബൈ. ഞാൻ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാൻ UK-ലാണ് കേട്ടോ. ഇവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഒരു 20 വർഷമായി ഇവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. അതോടൊപ്പം എനിക്ക് ചാരിറ്റി ചെയ്യണതും അതുപോലെ തന്നെ ഈ എന്താ പറയുക, ഈ നേച്ചറും കൃഷികളും പൂക്കളും കായ്കളും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു നാടൻ ചേച്ചിയാണ് കേട്ടോ. അപ്പോൾ കൃഷിയോട് ഇഷ്ടമുള്ളവരാണ് എൻ്റെ വീഡിയോ കാണുന്നത് എനിക്ക് തോന്നുന്നു. ബൈ.